ക്ലബ് ഹൗസ് മീഡിയ റൂമിന്റെ പുതിയ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലബ് ഹൗസ് മീഡിയ റൂമിലെ ഹായ് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അൺപ്ലഗ്ഡ് എന്ന പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് AI പരമ്പരയുടെ 5ാമത്തെ ഭാഗമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള അതിഥികൾ ഡോക്ടർ ശൈലേഷ് ശിവൻ, ശ്രീ ജെ വിഷ്ണു എന്നിവരാണ്. കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ സയൻസ് വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഡോക്ടർ ശൈലേഷ്. മാധ്യമം ദിനപത്രത്തിന്റെ ഓൺലൈൻ എഡിഷനിൽ സീനിയർ സബ് എഡിറ്ററാണ് ഇന്നത്തെ മറ്റൊരു അതിഥി ശ്രീ ജെ വിഷ്ണു. നമ്മളുടെ ഈ പരമ്പര ആരംഭിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരെയും ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം ഓരോരുത്തർക്കും സംസാരിക്കാം. ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ ശൈലേഷ് ശിവൻ. ക്യുസാറ്റിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഡോക്ടർ ശൈലേഷ് ശിവൻ. ടെക്നോളജി എഡ്യൂക്കേറ്റർ, റിസർച്ചർ എന്നിങ്ങനെ ഉള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ സയൻസ് എന്നിങ്ങനെയുള്ള കോർ വിഷയങ്ങളുടെ സബ്സിഡിയറി സബ്ജക്ട്സ് എന്ന് പറയാവുന്ന ഡീപ്പ് ലേണിംഗ്, മെഷീൻ ലേണിംഗ്, കമ്പ്യൂട്ടർ വിഷൻ, ഡേറ്റ മൈനിങ്, സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങൾ അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഈ വിഷയങ്ങളിലെല്ലാം ഹൈലി റേറ്റഡ് ആയിട്ടുള്ള കോൺഫറൻസുകളിൽ അദ്ദേഹം പേപ്പറുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്, റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ മെഷീൻ ലേണിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടേഷണൽ ഫ്രെയിംവർക്കിന് ആവിഷ്കരിക്കുന്നതിനുള്ള അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ക്ലാസിക്കൽ ഡാൻസിൽ ചില മോഡലുകൾ സൃഷ്ടിക്കുകയുണ്ടായിട്ടുണ്ട്. ഡിസൈൻ ഡെവലപ്മെന്റ് ഓഫ് AI, മെഷീൻ ലേണിംഗ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൂടാതെ അദ്ദേഹത്തിന്റെ താല്പര്യമുള്ള മറ്റൊരു മേഖല കൂടിയാണത്. കാരണം ക്ലാസിക്കൽ ഡാൻസറാണ് അദ്ദേഹം. അപ്പോൾ ആ ഒരു മേഖല, ഡാൻസിന്റെ ആ ഒരു ഇത് AI കൊണ്ടുവന്ന് അതിന്റെ മോഡലിംഗ്, അതായിരുന്നു അദ്ദേഹത്തിന്റെ PhD പ്രബന്ധം തന്നെ. AI ഫോർ അനലൈസിങ് പാറ്റേൺസ് ഇൻ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് എന്നുള്ള വിഷയത്തിലാണ് അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയിട്ടുള്ളത്. ഇപ്പോൾ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് നോളജ് മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോളജ് മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച്. 30-ലധികം ആർട്ടിക്കിൾസ് AI കുറിച്ച് ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 100-ലധികം വർക്ക്ഷോപ്സിന്റെ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. AI ചില പ്രോജക്റ്റുകളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. പ്രോജക്റ്റ് ഓൺ AI ഫോർ കൾച്ചറൽ ഹെറിറ്റേജ് പ്രിവേഷൻ, അതുപോലെ കഥകളി ഇൻഫോമാറ്റിക്ക, തെയ്യം കൾച്ചറൽ പ്രിസർവേഷൻ എന്ന് പറയുന്ന മേഖലകളിലും അദ്ദേഹത്തിന്റെ പ്രോജക്റ്റുകളുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇന്നത്തെ ഒരു വേദിയിൽ സംസാരിക്കാൻ നമുക്ക് ക്ലബ് ഹൗസിന്റെ മീഡിയ റൂമിലേക്ക് ലഭിച്ചതിൽ അതീവമായിട്ടുള്ള സന്തോഷം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ശ്രീ വിഷ്ണു ഇതിന് ശേഷം അദ്ദേഹം സംസാരിച്ചതിന് ശേഷമായിരിക്കും സംസാരിക്കുക. ആ സമയത്ത് അദ്ദേഹത്തെ പരിചയപ്പെടുത്താം. ഹലോ മാം, ഓഡിയബിൾ അല്ലേ? ഓഡിബിൾ ആണ്, ക്ലിയർ ആണ്. Okay. So first of all, thank you for inviting for this particular series. ക്ലബ് ഹൗസ് ഞാൻ കുറെ കാലം മുന്നേ ഉപയോഗിച്ചിരുന്നു. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയധികം എക്സ്പ്ലോറേഷൻസ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. വീണ്ടും അതിന്റെ ഒരു ഭാഗമായി മാറാൻ പറ്റി ഈ ഒരു ഇൻവിറ്റേഷൻ കൊണ്ട്.
അപ്പോൾ എനിക്ക് ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. ആദ്യം ഹലോ, ശൈലേഷ്, ഒറ്റ കാര്യം, ഈ പിന്നെ ഇയർ ഫോൺ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? അതെ, ഹെഡ്സെറ്റ് എന്തെങ്കിലും ഉണ്ട്. ഉണ്ടോ? ആ, എന്തുണ്ടെന്ന് ഡയറക്റ്റ് ആയിട്ടൊന്ന് സംസാരിക്കാമോ? ഇതിൽ കുറച്ചൊരു ഇത് വരുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ടൊന്ന് സംസാരിക്കാമോ? കുറച്ചും കൂടി ഓഡിബിൾ ആയിരിക്കും. ഓക്കെ, ഞാനൊന്ന് ഡിസ്കണക്ട് ചെയ്തു. മാം ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ ഒന്നും കൂടി ക്ലിയർ ആണ്. ഓക്കെ, സംസാരിക്കാം. ഓക്കെ. യെസ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഓക്സിലറി ഡൊമൈനുകളുണ്ട്. ഇതിൽ പല പല ഇൻ്റർഡിസിപ്ലിനറി ആപ്ലിക്കേഷൻസ് പല മേഖലയിൽ, ഇപ്പോൾ മെഡിസിൻ ആയിക്കോട്ടെ, ടീച്ചിങ്, കൾച്ചറൽ പ്രിസർവേഷൻ, അങ്ങനെയുള്ള പല പല മേഖലകളിൽ എങ്ങനെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉപയോഗിക്കാം, അതിന് വേണ്ടിയിട്ടുള്ള മോഡലുകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു റിസർച്ച് സ്പേസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അവസരത്തിൽ ആദ്യം ഒരു AI പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമുക്കിതിൻ്റെ വിവിധമായ ആപ്ലിക്കേഷൻസ് ഏതൊക്കെ വിധത്തിലാണ് നമുക്ക് പല മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനി വരുന്ന ഫ്യൂച്ചറിൽ ഇനി ഇതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻസ് എങ്ങനെയായിരിക്കും നടക്കാൻ പോകുന്നത്, ഇത്രയും കാര്യങ്ങളാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ ഈ ഒരു സീരീസിൽ എനിക്ക് തോന്നുന്നു ഒരു 4 ടോക്കുകൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ AI എന്ന് പറയുന്ന ഒരു അംബർല ടേമാണ് നമ്മൾ വളരെ സാധാരണമായി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേർഡായി മാറിക്കഴിഞ്ഞു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഏകദേശം ഒരു ധാരണ എല്ലാവർക്കും തന്നെ ഒരു ലേമാൻ പെർസ്പെക്റ്റീവിലെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. എങ്കിൽ കൂടി ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റ് കുറച്ചുകൂടി ക്ലിയർ ആക്കണം എന്നുള്ളത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം മറ്റ് പല സ്ഥലങ്ങളിലും പോയി നമ്മൾ സംസാരിക്കുമ്പോൾ പല പല വ്യത്യസ്തമായ ധാരണകളാണ് ശരിക്കും AI പറ്റി പല ആളുകൾക്കും ഉള്ളത്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ AI തന്നെയാണോ, അല്ലെങ്കിൽ ഈ AIയും ഡേറ്റ സയൻസ് എന്ന് പറയുന്ന മറ്റൊരു മേഖല, അത് തമ്മിൽ എന്താണ് ബന്ധം? AI കാണുന്ന എല്ലാം തന്നെ ഒരേ രീതിയിലാണോ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത്? ഇങ്ങനെ പല പല തെറ്റിദ്ധാരണകളും ആക്ച്വലി ഈ ഒരു ഡൊമൈനിൽ നമുക്ക് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഐസിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഡിവൈസിനെ പറ്റി നമുക്കറിയാം. നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലത്തിലുള്ള എല്ലാ മേഖലകളിലും വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ഡിവൈസാണ്, ഇലക്ട്രോണിക് ഡിവൈസാണ് കമ്പ്യൂട്ടർ. അത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ന്യൂനത അല്ലെങ്കിൽ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന് ബുദ്ധിയില്ല എന്നുള്ളതാണ്. നമ്മൾ കമ്പ്യൂട്ടറിന് ഒരു ഡം ഡിവൈസ് എന്നുള്ള പെർസ്പെക്റ്റീവിലാണ് എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുക. ബുദ്ധിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതിനപ്പുറം സ്വയമേ ചെയ്യാനായിട്ടുള്ളൊരു കേപ്പബിലിറ്റി ഇല്ലാത്തൊരു ഇലക്ട്രോണിക് ഡിവൈസാണ് എന്ത്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് ഡിവൈസുകളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, കമ്പ്യൂട്ടിംഗ് ഡിവൈസുകളെല്ലാം തന്നെ. അപ്പോൾ ഈ ഒരു തോട്ടിൽ, അതായത് ഈ ഇത്രയും സ്പെഷ്യലായിട്ട് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ന്യൂനതയായിട്ടുള്ളൊരു ബുദ്ധിയില്ലായ്മ, അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള തോട്ടിൽ ഏകദേശം 1956-57 കാലഘട്ടത്തിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു ടെക്നോളജി സ്പേസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ടെക്നോളജി ഒരിക്കലും പുതിയതല്ല. നമ്മളുടെ ഈ 2000 അല്ലെങ്കിൽ 2010 ശേഷം മാത്രം നമ്മൾ കേൾക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യാൻ തുടങ്ങിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ പണ്ട് തന്നെ, അതായത് ഈ 1950കളിൽ തന്നെ കണ്ടെത്തിയ ഒരു ടെക്നോളജിയാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇത്രയും കാലം അത് ഒരു സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇരുന്നു, ഒരു നോർമൽ സ്റ്റേറ്റിൽ ഇരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ റിയലൈസേഷൻ, അല്ലെങ്കിൽ ഇതിനെ നമുക്കൊരു റിയൽ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട 2 ഫാക്ടേഴ്സ് ആയിരുന്നു നമുക്ക്
ഉണ്ടായിരുന്നത്. ഒന്ന് അവൈലബിലിറ്റി ഓഫ് ഡേറ്റ, നമ്മളുടെ ഡേറ്റയുടെ ഒരു അവൈലബിലിറ്റി, അതുപോലെ തന്നെ നമ്മളുടെ കമ്പ്യൂട്ടിംഗ് പവർ എന്ന് പറയും. ഈ രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1990-കളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് ശരിക്കും ഇതിലുണ്ടായിരിക്കുന്നത്. മേ ബി ഇപ്പം ഇതിൽ ഉള്ള പല ആളുകളും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഒരു കമ്പ്യൂട്ടറിന്റെ കോൺഫിഗറേഷൻ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ടാവും അല്ലെ. 128 MB റാമും Pentium 4 പ്രോസസ്സറും ഒക്കെ ഉള്ള കമ്പ്യൂട്ടറുകളിൽ നിന്നും ഇപ്പോൾ നമ്മളുടെ കുട്ടികളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ തന്നെ 6 GB റാമും 8 GB റാമും 16 GB റാമിലേക്കൊക്കെ മാറി. അപ്പോൾ ചെറിയൊരു കാലഘട്ടം കൊണ്ട് തന്നെ വളരെയധികം എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് നമുക്ക് ഈ കമ്പ്യൂട്ടിംഗ് കേപ്പബിലിറ്റീസിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ ഒട്ടുമിക്കളും പേപ്പറുകളിൽ നിന്ന് മാറി എല്ലാം കമ്പ്യൂട്ടറുകളിലേക്ക് മാറി. അതുപോലെ ഇന്റർനെറ്റിന്റെ യൂസേജോട് കൂടി നമ്മളുടെ ഡേറ്റ എല്ലാം വളരെ സുലഭമായിട്ട് എല്ലാവർക്കും കിട്ടുന്ന രീതിയിലേക്ക് മാറി. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു ഡൊമൈനെ വളരെ പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ചത്. അപ്പോൾ ഈ ഒരു 2010-ന് ശേഷമാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇത്രയും പ്രോമിനന്റ് ആയിട്ട് കേൾക്കാൻ തുടങ്ങിയത്. അതിന്റെ റീസൺ ആണ് ഞാൻ പറഞ്ഞത്, ദ അവൈലബിലിറ്റി ഓഫ് ഡേറ്റ ആസ് വെൽ ആസ് ദി കമ്പ്യൂട്ടിംഗ് പവർ. ഓക്കെ, ദെൻ അതിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ആ വേർഡിൽ നിന്നും തന്നെ നമുക്ക് നിർമ്മിത ബുദ്ധി, റൈറ്റ്, നിർമ്മിത ബുദ്ധി. സോ എന്താണ് ഇന്റലിജൻസ്? ഇന്റലിജൻസിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? നമ്മളിപ്പോൾ ഒരു ട്രാഫിക് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് ഞാൻ പറയാണ്, നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ കടന്നു വരുന്നുണ്ട്? നമുക്കറിയാം, റോഡിന്റെ സൈഡുകളിലോ നടുവിലായിട്ട് നമ്മളതിനെ പ്ലേസ് ചെയ്യാറുണ്ട്. 3 ലൈറ്റുകളുണ്ട്. ഓരോ ലൈറ്റും ഓരോ കാര്യത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, റൈറ്റ്? അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ബ്രെയിനിൽ എവിടെയൊക്കെയോ ഒക്കെ പല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഇന്റലിജൻസ് ആണോ? ഇത് ശരിക്കും ഇന്റലിജൻസ് അല്ല. ഇതിനെ നമ്മൾ എന്താ പറയുക? നോളജ് എന്നാണ് പറയുക. റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബ്രെയിനിൽ ഒരു ഓർഗനൈസ്ഡ് വേയിൽ വെച്ചിരിക്കുന്നതിന് നമുക്ക് നോളജ് എന്ന് പറയാം. ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ട് നമ്മളൊരു കാർ മുന്നോട്ട് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ ട്രാഫിക് ലൈറ്റിൽ റെഡ് ലൈറ്റ് കാണുമ്പോഴും നമ്മൾ ബ്രേക്കിൽ ചവിട്ടാതെ കാർ മുന്നോട്ട് എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് നോളജ് ഇല്ലായ്മയല്ല, പകരം നമ്മൾക്കുള്ള നോളജിനെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയാണ് നമുക്ക് ഇല്ലാതാവുന്നത്, അല്ലെ? ആ ഇല്ലാത്ത കേപ്പബിലിറ്റിയാണ് ശരിക്കും നമ്മൾ ഇന്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഇന്റലിജൻസ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ വേണം. ഒന്ന് നോളജ് വേണം, മറ്റൊന്ന് അതിനുള്ള എബിലിറ്റി വേണം. ആ നോളജ് അപ്ലൈ ചെയ്യാനൊരു എബിലിറ്റി വേണം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെയും വർക്കിംഗ് എന്ന് പറയുന്നത്. അതായത് സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ നോളജ് അല്ലെങ്കിൽ നോളജ് ഉണ്ടാക്കിയെടുക്കുന്നത് ഡേറ്റയിൽ നിന്നാണ്. അപ്പം ഡേറ്റയിൽ നിന്ന് ഒരു പ്രത്യേകതരം അൽഗോരിതംസും ഉപയോഗിച്ച് ബുദ്ധിയില്ലാത്ത കമ്പ്യൂട്ടറുകളെ ബുദ്ധിയുള്ളതായി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ശാസ്ത്ര മേഖലയാണ് ശരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് ഞാൻ പറഞ്ഞു, വളരെ പഴയ വളരെ പണ്ട് തന്നെ ഇൻവെന്റ് ചെയ്തൊരു ഡൊമൈനാണ്. അന്ന് കാലത്ത് നമുക്ക് ഈ ഇന്റലിജൻസിന് ഉണ്ടാക്കിയെടുക്കാൻ പല പല ടെക്നിക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ടെക്നിക്ക്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്നും അന്നത്തെ പോലെയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മൊത്തം കാലയളവിനെ 2 ആക്കി ഭാഗിച്ചാൽ 1990-കൾക്ക് ശേഷം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ മോഡേൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നും 90-കൾക്ക് മുന്നേ ഉള്ളതിനെ ട്രഡീഷണൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള പേരിലാണ് വിളിക്കുക. അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള AI മോഡലുകളും അല്ലെങ്കിൽ AI ആപ്ലിക്കേഷൻസും ഈ പറയുന്ന മോഡേൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ഈ മോഡേൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? മോഡേൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ ഏറ്റവും പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്, അല്ലെങ്കിൽ ഒരു സബ് ഡൊമൈൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഉപമേഖല എന്ന് പറയാം. അതിനെയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ മെഷീൻ ലേണിങ്ങിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇത് രണ്ടും ആൾക്കാർ ഇങ്ങനെ മാറി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് ചോദിച്ചാൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഞാൻ പറഞ്ഞു ഒരു
ബുദ്ധിയില്ലാത്ത ഒരു കമ്പ്യൂട്ടറിനെ എന്താക്കി മാറ്റുക, ബുദ്ധിയുള്ള ഒരു ഡിവൈസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് അല്ലെ. അപ്പോൾ നമ്മളുടെ കാര്യത്തിൽ തന്നെ ഏത് രീതിയിലാണ് നമുക്ക് ഇന്റലിജൻസ് ഉണ്ടാക്കാൻ പറ്റുക? നമ്മൾ പഠിത്തത്തിലൂടെ മാത്രമാണ് ഇന്റലിജൻസ് ഉണ്ടാക്കുക? അല്ല, എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് ഇന്റലിജൻസ് ഉണ്ടാക്കാം, പ്രാക്ടീസിലൂടെ ഇന്റലിജൻസ് ഉണ്ടാക്കാം, ഒബ്സർവേഷനിലൂടെ ഇന്റലിജൻസ് ഉണ്ടാക്കാം, ലിസൺ ചെയ്ത് നമുക്ക് ഇന്റലിജൻസ് ഉണ്ടാക്കാം, അല്ല പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റലിജൻസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്റലിജൻസ് ഉണ്ടാക്കുന്ന സ്ട്രാറ്റജീസും അതുപോലെ തന്നെ ഇന്റലിജൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റയുടെ ടൈപ്പ്, മൊഡാലിറ്റി വ്യത്യാസപ്പെട്ടിരിക്കും. അങ്ങനെ പല, ഇപ്പം സൗണ്ടിലൂടെയും വിഷ്വൽസിലൂടെയും ടെക്സ്റ്റിലൂടെയൊക്കെ നമുക്ക് ഇന്റലിജൻസ് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇതിനനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അകത്തെ ഉപമേഖലകളും പല രീതിയിലാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിലൊന്ന് മാത്രമാണ് മെഷീൻ ലേണിംഗ്. ആ മെഷീൻ ലേണിംഗ് പറയുന്നത് ലേൺ ഫ്രം എക്സ്പീരിയൻസ് എന്നാണ്. ഇത് കൂടാതെ നമ്മളുടെ കമ്പ്യൂട്ടർ വിഷൻ ഉണ്ട്. നമ്മളുടെ AI ക്യാമറാസ് ഒക്കെ കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നതാണ്. നമ്മളുടെ ChatGPT എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഡൊമൈനിൽ വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ കാണുന്ന യന്ത്ര മനുഷ്യൻ അല്ലെങ്കിൽ റോബോട്ട്സ്, അതെല്ലാം റോബോട്ടിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ വരുന്നതാണ്. അപ്പോൾ പലതരത്തിലുള്ള ടെക്നിക്കുകളാണ് ഈ ഓരോന്നിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഈവൻ ദോ ഈ മെഷീൻ ലേണിംഗ്, അതായത് ലേൺ ഫ്രം എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഈ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന സബ് ഡൊമൈൻ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നമുക്ക് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഈ നമുക്ക് ഒരുപാട് സബ് ഡൊമൈൻസ് ഉണ്ടെങ്കിലും ഈ മെഷീൻ ലേണിംഗ് ഒരു എന്താ ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു സബ് ഡൊമൈനാണ്. കാരണം നമ്മൾ ഏത് സബ് ഡൊമൈൻ എടുത്താലും മെഷീൻ ലേണിങ്ങിനെയും കൂടെ ചേർത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഡൊമൈനുകളിലെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു സിനേറിയോയിൽ മെഷീൻ ലേണിംഗ് ഇസ് സംവാട്ട് ഇക്വലന്റ് ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീൻ AI ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ മെഷീൻ ലേണിംഗ് മോഡൽസ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, ആ മെഷീൻ ലേണിങ്ങിൽ തന്നെ വളരെ തീവ്രമായ ഒരു രീതിയിൽ മോഡലുകളെ ഉണ്ടാക്കിയെടുക്കുന്ന അനദർ ഒരു സബ് ഡൊമൈനാണ് ഡീപ്പ് ലേണിംഗ്. നമ്മൾ ഈ കാണുന്ന ChatGPT, നമ്മൾ കാണുന്ന ഫേസ് ഡിറ്റക്ഷൻ ആപ്ലിക്കേഷൻസ്, ഇതെല്ലാം തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയുടെ ഉള്ളിലാണ്. ഈ ഡീപ്പ് ലേണിങ്ങിൻ്റെയും അഡ്വാൻസ്മെൻ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ കാണുന്ന ജനറേറ്റീവ് AI എന്ന് പറയുന്ന ടെക്നോളജി വരുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് കണക്ട് ചെയ്തെടുത്താൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് വലിയൊരു അപ്പർ ഡൊമൈനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സബ് ഡൊമൈനാണ് മെഷീൻ ലേണിംഗ്. ആ മെഷീൻ ലേണിങ്ങിൽ തന്നെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഹ്യൂമൻ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ലേണിംഗ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഡൊമൈനാണ് ഡീപ്പ് ലേണിംഗ്. ഡീപ്പ് ലേണിങ്ങിൽ തന്നെ ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് ശരിക്കും ജനറേറ്റീവ് AI എന്ന് പറയുന്ന മേഖല. അപ്പോൾ ഈ ജനറേറ്റീവ് AI വന്നതിന് ശേഷമാണ് നമുക്ക് എന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയത്. ഈ AI എന്ന് പറയുന്നതിൻ്റെ ഒരു സൂപ്പർ പവർ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയത് ഈ ജനറേറ്റീവ് AIക്ക് ശേഷമാണ്. ഈ ChatGPT ആയിക്കോട്ടെ, ഡാലി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു ടൈം ലൈൻ ഓഫ് AI എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, ജനറേറ്റീവ് AI ഒക്കെയാണ് ഇപ്പോഴത്തെ ടെക്നോളജി സ്പേസിൽ ആളുകൾ AI ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മറ്റ് മേഖലകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഡീപ്പ് ലേണിങ്ങിൻ്റെയും ജനറേറ്റീവ് AIയുടെയും ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള കുറച്ച് ഡൊമൈനുകൾ പറയാം. നമുക്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡൊമൈൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ, ഇപ്പോൾ നമുക്കറിയാം MBA എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ചെയ്യുന്ന ആൾ ഇന്ന ഡൊമൈനിൽ വർക്ക് ചെയ്യണമെന്നില്ല. അയാൾക്ക് മെഡിസിനിൽ വർക്ക് ചെയ്യാം, റൈറ്റ്, ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാം, ട്രാൻസ്പോർട്ടേഷനിൽ വർക്ക് ചെയ്യാം. കാര്യം എല്ലായിടത്തും എന്ത് വരുന്നുണ്ട്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഫാക്ട് വരുന്നുണ്ടല്ലേ. ഇതുപോലെ തന്നെയായി മാറിക്കഴിഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമുക്ക് എവിടെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ശരിക്കും തിങ്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് മാറിക്കഴിഞ്ഞു. നമുക്ക് ഏതൊരു ഡൊമൈൻ എടുത്താലും അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ഇതിനകത്ത് വരുന്ന
പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെ അൺസർട്ടനിറ്റി ഒളിഞ്ഞിരിപ്പുണ്ടോ. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാനൊരു സീക്വൻസ് പറയാണ്, 1 1 2 4, 2 is mapped to 4, 3 9, റൈറ്റ്, 4 16, 5 25, ഇങ്ങനെ ഒരു സീക്വൻസ് പറയുകയാണെങ്കിൽ 6ന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറയാം എത്രയായിരിക്കും, 36 എന്നുള്ളത് അല്ലേ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു, ഒരു ഡേറ്റ ഉണ്ടായിരുന്നു, 1 1 2 4 3 9 4 16 5 25 എന്ന് പറയുന്ന ഒരു ഡേറ്റ. ഈ എന്താണ് ശരിക്കും നമ്മളുടെ ബ്രെയിൻ ചെയ്തതെന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഡേറ്റയിൽ നിന്നും ഒളിഞ്ഞു കിടക്കുന്ന പാറ്റേണിനെ നമ്മൾ മനസ്സിലാക്കിയെടുത്തു. ആ പാറ്റേൺ ഉപയോഗിച്ച് 6 എന്ന് പറയുന്ന ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് പറഞ്ഞു, 36 ആണെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് ശരിക്കും ഇൻ്റലിജൻസിലും നടക്കുക. നമ്മളുടെ അവൈലബിൾ ഡേറ്റയിൽ ഒളിഞ്ഞു കിടക്കുന്ന പാറ്റേണുകളെ മനസ്സിലാക്കി ആ പാറ്റേണുകൾ ഫ്യൂച്ചറിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ശരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. പക്ഷെ ചെറിയൊരു വ്യത്യാസം ഇതിനകത്തുണ്ട്. ഈ പാറ്റേൺ, ഇപ്പം ഞാൻ പറഞ്ഞൊരു പാറ്റേൺ കൃത്യമായൊരു ക്രിസ്പായിട്ടുള്ളൊരു പാറ്റേണാണ്. ഇതിനകത്ത് ഒരു അൺസർട്ടനിറ്റി ഇല്ല. ഓക്കെ, പക്ഷേ നമ്മളുടെ റിയൽ ലൈഫിൽ കാണുന്ന പല കാര്യങ്ങൾക്കും ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ലൈക്ക് ഇപ്പോൾ 1 1 2 4 3 9.1 4 16.2 എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ പറയില്ല സ്ക്വയർ ആണ് അവിടുത്തെ പാറ്റേൺ എന്ന്. പക്ഷേ നമുക്ക് അപ്രോക്സിമേറ്റ്ലി പറയാം എന്താണ്, ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ ആയിരിക്കും രണ്ടാമത്തെ നമ്പർ എന്നുള്ളത്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൺസർട്ടനിറ്റി ഉള്ളിടത്ത് നമ്മളൊരു അപ്രോക്സിമേഷൻ ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഈ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന പല കാര്യങ്ങളിലും എന്തുണ്ട്, ഈ പറയുന്ന അൺസർട്ടനിറ്റി ഉണ്ട്, റൈറ്റ്. ഈ അൺസർട്ടനിറ്റി ഉള്ളിടത്തെല്ലാം തന്നെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ അപ്ലൈ ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ഈ അൺസർട്ടനിറ്റി ആയിട്ട് ഡീൽ ചെയ്യുന്ന സിറ്റുവേഷൻസിലെല്ലാം, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഡൊമൈനാണ് ശരിക്കും കൾച്ചർ ആൻഡ് ഹെറിറ്റേജിൽ നമുക്ക് എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കണ്ടെത്താം. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സംഗീതം എല്ലാവരും നമ്മൾ ആസ്വദിക്കാറുണ്ടല്ലേ. പക്ഷേ സംഗീതത്തിനെ തിയററ്റിക്കലി പഠിക്കാത്ത ഒരാൾക്ക് ഒരു 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 പാട്ട് കേട്ടാൽ അത് ഏത് രാഗത്തിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? അത് പാടാണ് അല്ലേ. പക്ഷെ നമുക്ക് AI ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കാരണം ഒരു രാഗം ഒരു പാറ്റേൺ ആണ്, ആ പാറ്റേണിലായിരിക്കും ആ സംഗീതം ഉണ്ടാവുക, റൈറ്റ്. അതിൽ നിന്നും നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാം, AI ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കി നമുക്ക് ഈ രാഗത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പല ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അതുപോലെ ഒരു നൃത്തം അറിയാത്ത ഒരാൾ ഒരു ഡാൻസർ കളിക്കുന്നതിൽ നിന്നും എന്താണ് ഡാൻസർ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമോ? അതും ഡിഫിക്കൽട്ടാണ്. നിങ്ങളൊരു ആപ്ലിക്കേഷൻ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു സ്ക്രീനിൽ ആ ഡാൻസർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നറേറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് വരികയാണെങ്കിൽ യു ക്യാൻ ആക്ച്വലി എക്സ്പീരിയൻസ് ദാറ്റ് ഡാൻസ് ഇൻ എ മോർ ബെറ്റർ വേ, റൈറ്റ്. അവിടെയും ഒരു എക്സ്പേർട്ട് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ നമ്മൾ പല രീതിയിൽ ആ ഡാൻസിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് നമ്മൾ നറേഷൻസ് ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്. ഇതുപോലെ പല പല ആപ്ലിക്കേഷൻസ് നമുക്ക് ആർട്ട് ആൻഡ് കൾച്ചറിൽ വരാം. അതുപോലെ നമ്മളുടെ മെഡിക്കൽ ഡയഗ്നോസിസിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഡൊമൈനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മൾക്ക് എത്ര പേർക്ക് ഒരു MRI കണ്ടാൽ അല്ലെങ്കിൽ ഒരു എക്സ്റേ കണ്ടാൽ അതിൽ നിന്നും എന്താണ് അസുഖം എന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും? ഡിഫിക്കൽട്ടാണല്ലേ. അവിടെ ഒരു ഡോക്ടറിൻ്റെ എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിലല്ലേ അത് പറ്റുള്ളൂ. അതേ എക്സ്പെർട്ടൈസിനെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ നമ്മളൊരു എക്സ്റേയോ ഒരു MRI ഇമേജോ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്ലിക്കേഷൻസിലേക്ക് കൊടുത്താൽ ഒരു ഡോക്ടർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറയുന്ന ഡയഗ്നോസിസ് നടത്തി അതിനകത്തുള്ള കാര്യങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈവൻ സിവിൽ എഞ്ചിനീയറിങ്ങിലും മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലും ഒക്കെ എഞ്ചിനീയറിങ് ആസ്പെക്ട്സിൽ പല സ്ഥലങ്ങളിലും നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇൻഫ്ലുവൻസ് കാണാം. ഓക്കെ, ദെൻ നമ്മളുടെ ഇപ്പോൾ നിങ്ങൾ മീഡിയ ആയിട്ട് ആയതുകൊണ്ട് ഞാൻ പറയാണ്, AI അവതാറുകളൊക്കെ, അതുപോലെ നമ്മളുടെ ഇപ്പം കാണുന്ന പല ന്യൂസ് ചാനൽസിലും കാണുന്ന ബാക്ക്ഗ്രൗണ്ടുകളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ AIയുടെ ആപ്ലിക്കേഷൻസ് നമുക്ക് വളരെയധികം
കാണാനായിട്ട് പറ്റും. അതുപോലെ എഡ്യൂക്കേറ്റേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ, സ്റ്റുഡൻസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, AI ഉപയോഗിച്ചിട്ട് നമ്മളുടെ കരിക്കുലം ഡെവലപ്മെന്റും ലെസൺ പ്ലാനിങ്ങും ഇവാലുവേഷൻസും ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിങ്ങും ഒക്കെ വളരെയധികം എളുപ്പത്തിൽ ഒരു ടീച്ചറിന് ചെയ്യാനും, അതുപോലെ ചാറ്റ് GPT പോലുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ കുട്ടികൾക്ക് ശരിക്കും ഒരു അധ്യാപകൻ എങ്ങനെയാണോ അസിസ്റ്റ് ചെയ്യുന്നത്, ഈ അസിസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ പറയുന്ന മോഡൽസിനും അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഇങ്ങനെ പല തരത്തിൽ നമ്മൾ ഏത് ഡൊമൈൻ നോക്കിയാലും നമുക്ക് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് വളരെയധികം കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ ഈ ഒരു പവറിനെ വളരെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ അതിനൊരു ഗവേണൻസും കൂടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഗൂഗിൾ ലെൻസിൻ്റെ കാര്യം അറിയാം അല്ലേ? ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് നമുക്ക് പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഗൂഗിൾ ലെൻസിന് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ഒരു വളരെ എന്താ പറയുക, അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഒരു സെറ്റ് ഓഫ് നീഗ്രോ ആഫ്രിക്കൻ വംശജരായിട്ടുള്ള കുറേ ആളുകൾ ഗൂഗിൾ ലെൻസിലൂടെ അവർ ഫോട്ടോ എടുത്ത് ഡിറ്റക്ട് ചെയ്തപ്പോൾ they were predicted as actually gorillas. ഓക്കെ, അത് വളരെയധികം എന്താ പറയുക അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ അങ്ങനെ ഒരു AI സിസ്റ്റം പ്രെഡിക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി സംതിങ് ബാഡ് ഇൻ ഇറ്റ്, റൈറ്റ്? അതുപോലെ തന്നെ വേറൊരു സിറ്റുവേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു ആമസോൺ എന്ന് പറയുന്ന ഒരു കമ്പനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ആമസോണിൽ ജോബ് ആപ്ലിക്കേഷൻസ് ഓട്ടോമേറ്റഡ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നോക്കുമ്പോൾ സ്ത്രീകളായിട്ടുള്ള ആളുകളെ ഒരിക്കലും ഈ സിസ്റ്റം കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഒരു ജോബ് പ്രൊഫൈലിന് വേണ്ടിയിട്ട്. അതും വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അതുപോലെ ഫേസ് ഡിറ്റക്ഷൻ ആപ്ലിക്കേഷൻസിൽ നമ്മൾ MIT നടത്തിയ ഒരു പഠനത്തിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്, സ്ത്രീകളെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട്, സ്ത്രീകളെ കൂടുതലും അത് പുരുഷന്മാരായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ് ഓൾമോസ്റ്റ് എല്ലാ തരത്തിലും ഏത് ഫേസ് ഡിറ്റക്ഷൻ ആപ്ലിക്കേഷൻ എടുത്താലും. അതുപോലെ നിങ്ങൾ വളരെ രസകരമായിട്ടൊരു ചാറ്റ് GPT ഒരു എക്സാമ്പിൾ കൊടുത്താൽ മതിയാവും. ആദ്യ കാലങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും. ചാറ്റ് GPTയോട് നമ്മൾ ചോദിക്കുകയാണ്, ക്യാൻ യു ഡിഫൈൻ എ ബ്യൂട്ടിഫുൾ വുമൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ ഷീ ഷുഡ് ബി ഫെയർ ഇനഫ് എന്നാണ് പറയാ. എന്തുകൊണ്ടാണ് സുന്ദരിയായ ഒരു സ്ത്രീ വെളുത്തിരിക്കണമെന്ന് AI സിസ്റ്റം പറയുന്നത്? അപ്പോൾ ഇതൊക്കെ നമ്മളുടെ പുതിയൊരു മേഖല, അതായത് റെസ്പോൺസിബിൾ AI എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. AI സിസ്റ്റംസ് നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റീവ് ആക്കാനും നമ്മളുടെ ജോലികൾ ആക്സലറേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിനൊരു പ്രോപ്പർ റെസ്പോൺസിബിലിറ്റി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഗവേണൻസ് ഉപയോഗിച്ചിട്ടോ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യുന്ന രീതിയിലേക്ക് മാറും. കാര്യം ഇതിൻ്റെയൊക്കെ സോഴ്സ് എന്ന് പറയുന്നത് ബയാസ് എന്ന് പറയുന്നത് നമ്മളുടെ സൊസൈറ്റിയിൽ തന്നെ ഉണ്ടല്ലേ ബയാസ്. ഇപ്പം നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളോട് ഒരു സ്ത്രീക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ജോലി എന്ന് ചോദിച്ചാൽ പറയുന്നത് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി ഒരു ടീച്ചർ എന്നോ അല്ലെങ്കിൽ ഒരു നേഴ്സ് എന്നോ എന്നുള്ള ഉത്തരങ്ങളായിരിക്കും നമുക്ക് 90% ആൾക്കാരിൽ നിന്ന് കേൾക്കാൻ പറ്റുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ മാത്രം സ്ത്രീക്ക് പറ്റുന്നത്, അല്ലെങ്കിൽ നേഴ്സ് മാത്രം പറ്റുന്നത്? എന്തുകൊണ്ട് ആണുങ്ങൾക്ക് അത് ചെയ്തൂടെ? അപ്പൊ നമ്മളുടെ സൊസൈറ്റിയൽ ബയാസ് എന്ന് പറയുന്നത് ഇൻബിൽഡ് ആയിട്ട് അവിടെ ഉണ്ട്. അപ്പൊ ഇതേ ബയാസ് തന്നെയാണ് ഈ AI മോഡൽസ് ഉണ്ടാക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റയിലും ഉള്ളത്. എ വുമൺ ഷുഡ് ബി ഫെയർ ഇനഫ് എന്ന് പറയുന്നതിന്റെ കാരണം ഈ ചാറ്റ് GPT എന്ന് പറയുന്ന AI സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ അവരുപയോഗിച്ച ഡേറ്റ മൊത്തം വെസ്റ്റേൺ കൺട്രീസിലായിരുന്നു. അതുപോലെ ഇമേജ് ജനറേഷൻ ആപ്ലിക്കേഷൻസിൽ നമ്മളൊരു ഇന്ത്യൻ ഹൗസിനെ ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ബംഗ്ലാവ് കിട്ടില്ല. ഒരു വളരെ വൃത്തിഹീനമായ എൻവയോൺമെന്റിൽ ഒരു കുടില് മാത്രമേ അത് ജനറേറ്റ് ചെയ്യുള്ളൂ. എല്ലാ ഇന്ത്യൻ ഹൗസുകളും അങ്ങനെയാണോ? അല്ല. കാരണം ഇതെല്ലാം നമ്മൾ കൊടുക്കുന്ന ഡേറ്റയിൽ വരുന്ന ബയാസും അൺസർട്ടനിറ്റിനെയും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന പല ഇഷ്യൂസും AI ആയിട്ട് റിലേറ്റ് ചെയ്ത്
ഉണ്ടായി വരുന്നത്. ഓക്കെ, അപ്പോൾ ഈവൻ ദോ ഇറ്റ് ഈസ് ഹാവിങ് മച്ച് ആപ്ലിക്കേഷൻസ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്, it should be used in a way, in such a way that it should be more responsible, unbiased, accountable ആയിട്ടുള്ള വേയിൽ വേണം നമുക്ക് ഈ പറയുന്ന എ ഐ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ. സോ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ട് പറഞ്ഞു എന്ന് തോന്നുന്നു. സമയമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതെ, നമുക്ക് അപ്പോ നമ്മൾ ആദ്യത്തെ ഒരു ഇത് സമയം ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ രണ്ടാമത്തെ സ്പീക്കറും കൂടി സംസാരിക്കണല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം, കൂടുതൽ വിശദീകരണങ്ങളിലേക്കും കടക്കാം. ഞാൻ വിഷ്ണുവിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. വിഷ്ണു ഇവിടെ കാണുന്നില്ല. വിഷ്ണുവിനെ ജസ്റ്റ് ഒന്ന് ഇന്റിമേറ്റ് ചെയ്തിട്ട്. ഹലോ, വിഷ്ണുവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു ജോയിൻ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ചില സംശയങ്ങൾ നമുക്ക് ചോദിക്കാലോ. അതായത് ഇപ്പൊ പറഞ്ഞല്ലോ, ഇത്രയും അധികം ബയസ് ഉണ്ടാക്കുന്ന രീതിയിൽ ഈ ഡാറ്റ അത് ഉപയോഗിച്ചിരിക്കുകയാണ്. ഇതിപ്പോ നമ്മള് മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഇതുപോലുള്ള ചില പ്രിജുഡിസുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എ ഐയെ പിന്നെ ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റില്ല എന്നാണോ പറയുന്നത്? അതെ, അത് മാം ചെയ്യാൻ പറ്റും. പക്ഷെ ആളുകൾ ഇത് ബിൽഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ എ ഐ മോഡൽസ് ബിൽഡ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഡേറ്റ ആസച്ച് വിശ്വസിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കണേ, മോഡൽസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ ഈ റെസ്പോൺസിബിൾ എ ഐ എന്ന് പറയുന്ന ആസ്പെക്ട് തന്നെ അതാണ്. നമ്മൾ എ ഐ മോഡൽസ് ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡേറ്റയെ കൃത്യമായി ബയാസ് ഫ്രീ ആക്കിയതിനു ശേഷം, അല്ലെങ്കിൽ ആന്റി ബയാസ്ഡ് ആയിട്ടുള്ള ഡേറ്റ വെച്ച് തന്നെ വേണം. അതൊരു അഡ്വാൻസ് ലെവലിൽ അത് സാധിക്കുമായിരിക്കും അല്ലേ? അതെ, അതിപ്പോ ചെയ്യുന്നുണ്ട്. ഇത് നടപ്പിലാക്കണമെങ്കിൽ ഇതിന് പോളിസീസ് വേണം. നമ്മൾ ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു പോളിസി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡേറ്റ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു stringent നിയമം അവിടെ വന്നാൽ ഇത് നടക്കും. അപ്പൊ ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടുള്ള പല ഇനിഷ്യേറ്റീവ്സും പല പല രാജ്യങ്ങളിലായിട്ട് എടുത്തു വരുന്നുണ്ടാവും. അതിലൊരു എത്തിക്കൽ ഇഷ്യൂ വരുന്നുണ്ടല്ലോ. അതെ, എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഇതെല്ലാം ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. എത്തിക്കൽ ആൻഡ് റെസ്പോൺസിബിൾ ആൻഡ് ഫെയർ എ ഐ. അതെ. അപ്പൊ നമ്മള് വിഷ്ണു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വിഷ്ണുവിനെ ഇൻവൈറ്റ് ചെയ്യാം. ഹലോ വിഷ്ണു, മൈക്ക് ഓൺ ആണ്. കേൾക്കുന്നുണ്ട്. ഇടയ്ക്ക് ചില ഡിസ്റ്റർബൻസസും കൂടി കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണ്. ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഞാൻ വിഷ്ണുവിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ. അപ്പോ വിഷ്ണു ഇന്ന് നമ്മളുടെ രണ്ടാമത്തെ സ്പീക്കർ ശ്രീ വിഷ്ണു ജെ. അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആണ്. പാലക്കാടാണ് സ്വദേശം. മാധ്യമം ഡെയിലിയുടെ ഓൺലൈൻ എഡിഷനിലെ സീനിയർ സബ് എഡിറ്റർ ആണ് അദ്ദേഹം. കഴിഞ്ഞ 8 വർഷമായിട്ട് അവിടെ പ്രവർത്തിച്ചു വരികയാണ്. കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ നിന്നാണ് MCJ ചെയ്തത്. ഗ്രാഫിക് ഡിസൈനിങ്ങിലാണ് സ്പെഷ്യലൈസ് ചെയ്തത്. അതുപോലെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒക്കെ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. ഇത്തവണത്തെ മാധ്യമത്തിന്റെ വീക്ക്ലിയിൽ അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോ അത് വായിക്കുമ്പോൾ നമുക്ക്, അതായത് ഈ AI-യുടെ ഒരു ആപ്ലിക്കേഷൻ ഏതെല്ലാം ഫീൽഡിൽ വരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു അനാലിസിസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. എഡ്യൂക്കേഷൻ സെക്ടറിലായാലും, ഇൻഫർമേഷൻ ടെക്നോളജി, ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ, സർവീസ് സെക്ടറിൽ, അതുപോലെ മോളിക്കുലർ മെഡിസിൻ, ബാങ്കിങ്, അതുപോലെ റോബോട്ടിക് സർജറി, കോമേഴ്സ്, ഇൻഡസ്ട്രി,
എല്ലാ വിഭാഗത്തിലും ഇതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയൊക്കെയാണ് മാറ്റം വരുത്തുക എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള സൂചനകളാണ് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ഉടനീളമുള്ളത്. അദ്ദേഹം ഈ AI തുറന്നിടുന്ന അനന്ത സാധ്യതകളുടെ പുതിയ ലോകം എന്നാണ് അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ. ഇത് ഈ ലേറ്റസ്റ്റ് മാധ്യമത്തിൽ വന്നതാണ്. തീർച്ചയായിട്ടും ഈ വിഷയത്തിനെ സംബന്ധിച്ച് അദ്ദേഹം കൂടുതലായിട്ട് നമ്മളോട് സംസാരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മാധ്യമ മേഖലയിൽ മാധ്യമത്തിന്റെ പിന്നെ ഓൺലൈൻ എഡിഷനിൽ അദ്ദേഹം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് പ്രവർത്തിക്കുന്നതും. ലേഔട്ട്, പേജിനേഷൻ, ഡിസൈൻ ഇങ്ങനെയുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അതിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയൊക്കെ വരുന്നു, മാധ്യമ മേഖലയിൽ പ്രത്യേകിച്ച് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, സാധാരണക്കാരനെ, ഓരോ സാധാരണക്കാരനെയും ഈ AI വരുന്ന അത് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് എന്നുള്ളത് വിശദീകരിക്കാനായിട്ട് ശ്രീ വിഷ്ണുവിനെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ വിഷ്ണു സംസാരിക്കും. താങ്ക് യു മാഡം. ഇപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നത് ഒരു മാധ്യമ മേഖലയിലാണ്. ഇപ്പോൾ മാഡം പറഞ്ഞതുപോലെ മാധ്യമ ദിനപത്രത്തിലെ സീനിയർ സബ് എഡിറ്ററായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് മാധ്യമത്തിൻ്റെ ഓൺലൈൻ എഡിഷനിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓൺലൈൻ എഡിഷനിൽ നമ്മൾ പല വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ടെക്നോളജി, അതായത് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളും അതുപോലെ തന്നെ ആർട്ടിക്കിളുകളും കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ AI കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ലേഖനങ്ങളും അതുപോലെ തന്നെ വാർത്തകളും എഴുതാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ശരിക്കും നമ്മളുടെ ന്യൂസ് റൂമുകൾ അതിവേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, ആദ്യകാലത്ത് ഒരു പത്രങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ചാനലുകൾ വന്നു. ചാനലുകൾ വന്നതിന് ശേഷം ഓൺലൈൻ എഡീഷനുകൾ ഇപ്പോൾ വ്യാപകമായി. ഇപ്പോൾ എല്ലാ പത്രങ്ങളോടൊപ്പം തന്നെ ഓൺലൈൻ എഡീഷനുകളുണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ എഡീഷൻ കൂടി വന്നതോട് കൂടിയിട്ട് നമ്മുടെ ഡെസ്കുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ്. കാരണം നമ്മൾ ഡെസ്കുകളുടെ ഒരു പ്രവർത്തന രീതി തന്നെ മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് ചിലപ്പം മാറുന്നുണ്ടാവും. അപ്പോൾ അതിൽ വീണ്ടും മാറ്റം വരുത്താൻ കെൽപ്പുള്ള ഒരു സാങ്കേതിക വിദ്യ ആയിട്ടാണ് ഞാൻ AI കാണുന്നത്. ഇപ്പോൾ മാധ്യമത്തിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാധ്യമം വീക്കിലി തന്നെ ഈ AI അധിഷ്ഠിതമാക്കിയിട്ട്, അതായത് AIയുടെ സഹായത്തോടു കൂടി ഇറക്കുന്ന 2ാമത്തെ വീക്കിലിയാണ്. അതായത് കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ഇറങ്ങിയിട്ടുള്ള വീക്കിലി. അതിൽ നമ്മൾ AIയുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. അങ്ങനെ ഇറക്കുന്ന 2ാമത്തെ ഇഷ്യൂ ആണുള്ളത്. ഇപ്പോൾ അതിൽ തന്നെ ഞാൻ മാഡം പറഞ്ഞ ഒരു ആർട്ടിക്കിള് ഞാൻ എഴുതിയതിനെ കുറിച്ച് മാഡം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ആ ആർട്ടിക്കിൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഗൂഗിളിൻ്റെ AI സർവീസായിട്ടുള്ള ജെമിനിയോട് ചോദിക്കുകയാണ് നമ്മൾ, ഫ്യൂച്ചറിൽ എന്തായിരിക്കും AI ഓരോ സെക്ടറിലും ചെലുത്തുന്ന സ്വാധീനം, അതുപോലെ തന്നെ AI തൊഴിൽ നഷ്ടം ഉണ്ടാക്കുമോ, ഇനി എന്തെല്ലാമാണ് AI വരുന്നത് എന്നുള്ള ചോദ്യം നമ്മളൊരു AI ടൂളിനോട് തന്നെ ചോദിച്ചുകൊണ്ട് അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ അത് വെച്ചുകൊണ്ട് അത് വിശകലനം ചെയ്തുകൊണ്ടാണ് ഒരു ലേഖനം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് എൻ്റെ ലേഖനം മാത്രമാണ്. പക്ഷേ മാധ്യമം വീക്കിലിയിൽ വന്നിട്ടുള്ള അന്നത്തെ ആ ഇഷ്യൂവിൽ വരുന്ന എല്ലാത്തരം ലേഖനങ്ങളും AI സഹായത്തോടു കൂടിയിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്, ഈവൻ കവിതകൾ പോലും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ ഡെസ്കുകൾ മാറുന്നു, അല്ലെങ്കിൽ AI സഹായത്തോടു കൂടി മാറുന്നതിൻ്റെ സൂചനകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അത് 2 തരത്തിൽ, ചിലപ്പോൾ നമുക്കൊരേ സമയം തന്നെ ഇത് ഒരു ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ തന്നെ പുതിയ പ്രതീക്ഷകളും നൽകുന്നുണ്ട്. ഇതിലിപ്പോൾ ഞാൻ ഇപ്പോൾ ഡിസൈനിങ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു AI എങ്ങനെയൊക്കെയാണ് സ്വാധീനം ചെലുത്തുക എന്നുള്ളത് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആദ്യം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തേതായിട്ട് വരുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാം, ഞങ്ങളിപ്പോൾ ഓൺലൈനിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ഓൺലൈനിൽ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത് അത് ശരിക്കും ഒരു വാർത്ത വരികയാണ്. ആ വാർത്തയുടെ നമ്മളൊരു പോസ്റ്ററോ അല്ലെങ്കിൽ ഒരു കാർഡോ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കുന്ന സമയത്തുണ്ടാവുന്ന കുറേ സമയം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. അത് ഒരാളുടെ ക്രിയേറ്റീവ് വർക്കാണ്. അയാൾ വളരെയധികം സമയം എടുത്തുകൊണ്ട് ചെയ്യുന്ന, അതായത് ഓരോ കളർ, ഏത് കളർ കൊടുത്താൽ ഇവിടെ നന്നാവും, ഏത് പടം ഈ പോസ്റ്ററിന് വെക്കണം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്.
പക്ഷെ ഇന്ന് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാൻവ എന്ന് പറയുന്ന ഒരു AI ടൂൾ ഉപയോഗിച്ചിട്ടാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അതിന് നിരന്തരം ടെംപ്ലേറ്റുകൾ ഉണ്ട്. അപ്പോൾ മുമ്പും ഇതേപോലെ ടെംപ്ലേറ്റുകളിലേക്ക് കൊടുക്കാനുള്ള സൗകര്യം അഡോബ് ഉള്ള സോഫ്റ്റ്വെയറുകൾ മുമ്പും നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ജസ്റ്റ് ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ ഭംഗിയായിട്ടുള്ള പോസ്റ്ററുകൾ മേക്ക് ചെയ്തു തരുന്ന രീതിയിലേക്ക് ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, ഇത് ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യം മാത്രമാണ്. ഇതുപോലെ നിരന്തരമായിട്ടുള്ള അല്ലെങ്കിൽ നിരവധി ആപ്ലിക്കേഷനുകൾ നമുക്ക് എന്ത് ആണ് ഇന്ന് ലഭ്യമാണ്. അപ്പോൾ അതായത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു പണി വളരെയധികം സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് മനോഹരമായിട്ടുള്ള പോസ്റ്ററുകൾ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഈ AI ഉപയോഗിച്ച് നമുക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ AI റൈറ്റിംഗ് ടൂളുകൾ, പല ടൂളുകളുണ്ട്. ഇപ്പോൾ ChatGPT നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ പണ്ട് ഞാനൊക്കെ AI സജീവമാകുന്നതിന് മുമ്പ്, അതായത് ഇപ്പോൾ കുറച്ചായിട്ടാണല്ലോ AI മുമ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഡെസ്കുകളിലൊന്നും അങ്ങനെ ഉപയോഗിച്ചിരുന്നില്ല. അതിന് മുമ്പ് എനിക്കൊരു ആർട്ടിക്കിൾ എഴുതണമെന്നുണ്ടെങ്കിൽ കുറേ വെബ്സൈറ്റുകളിലേക്ക് കടന്നു ചെന്ന് അതിൽ നിന്ന് ഡാറ്റ എടുത്ത് ആ ഡാറ്റ ഞാൻ ക്രോഡീകരിച്ചു കൊണ്ട് വേണം ഒരു ആർട്ടിക്കിളാക്കി മാറ്റാൻ. ഇന്ന് എനിക്ക് വളരെ ഈസി ആയിട്ട് വളരെ കൃത്യമായിട്ടൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ChatGPT കയറിക്കൊണ്ട് കൃത്യമായിട്ടൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു ആർട്ടിക്കിൾ അതിൻ്റെ ഡാറ്റാസും എനിക്ക് വരുന്നൊരു സാഹചര്യത്തിലേക്ക് ഇന്നൊരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിനെ പോലും ഈ രീതിയിലേക്ക് ഇതും AI മാറ്റിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ പത്രങ്ങളുടെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് പത്രങ്ങളുടെയും ഓൺലൈനിൻ്റെ ഡെസ്കുകളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഒരു സാധനം മീഡിയ ഇൻഡസ്ട്രിയിൽ, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ഓൺലൈനിൻ്റെ കാര്യം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മീഡിയ ഇൻഡസ്ട്രിയിൽ ഇത് ഏതൊക്കെ രീതിയിലാവും സ്വാധീനിക്കുക എന്നുള്ളൊരു സാധനം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തതായിട്ട് ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് വൈസിൽ വരുന്നൊരു കാര്യമാണ്. അതായത് ഇപ്പം ഇന്ന് നമ്മളറിയാം, നമ്മളൊരു വാർത്ത കൊടുക്കുമ്പോൾ ഒരാൾ ഗൂഗിളിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സെർച്ച് എഞ്ചിനിൽ കയറി സെർച്ച് ചെയ്ത് നമ്മുടെ സൈറ്റിലേക്ക് കയറുന്ന സമയത്ത് ആ ടാർഗറ്റഡ് ഓഡിയൻസിനെ പരസ്യങ്ങൾ ഉൾപ്പെടെ കൊടുക്കുന്നത് അയാളുടെ സെർച്ച് ഹിസ്റ്ററിയും അയാളുടെ താല്പര്യങ്ങളും അനുസരിച്ചുകൊണ്ടാണ് നിലവിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി നടക്കുന്ന ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വ്യാപകമാകുന്നതോടുകൂടി ഇത് വളരെ പ്രിസൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി കഴിയും. ഇപ്പം നമ്മൾ ഒരാൾ നോക്കുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സൈറ്റിലേക്ക് കയറുന്നു എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള വാർത്തയോ വീഡിയോയോ അയാളുടെ മുമ്പിലേക്ക് ഏറ്റവും പ്രിസൈസ് ആയിട്ട് കൊടുക്കാവുന്ന രീതിയിലേക്ക് AI നമ്മളുടെ സംവിധാനങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ ഫേക്ക് ന്യൂസിൻ്റെയൊക്കെ കാര്യത്തിൽ. നമ്മളിലേക്ക് ഒരു വാർത്ത കിട്ടുമ്പോൾ തന്നെ ഇത് ഫേക്ക് ന്യൂസ് ആണോ അല്ലെങ്കിൽ അത് ആ ന്യൂസിൻ്റെ ഒരു ആധികാരികത ചെക്ക് ചെയ്യാൻ സഹായിക്കുന്ന AI ടൂളുകൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള AI ടൂളുകളുടെ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് ജേർണലിസ്റ്റുകൾക്കും അതോടൊപ്പം തന്നെ ഈ വാർത്തകൾ വായിക്കുന്ന അല്ലെങ്കിൽ ഇതിലേക്ക് ഇതാവുന്ന ആളുകൾക്കും ഫേക്ക് ന്യൂസ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മെറ്റ അടക്കമുള്ള പലരും ഈ ഫേക്ക് ന്യൂസുകളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇതും കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ AI ടൂളുകളുടെ സഹായം തേടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് വ്യാപകമാകുന്നൊരു കാലഘട്ടത്തിലേക്കാവും പോവുക. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഓൺലൈൻ മീഡിയയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു വാർത്ത കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറേ ഓൺലൈൻ മീഡിയയിൽ വർക്ക് ചെയ്തവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ആ വാർത്തയ്ക്കൊരു URL കൊടുക്കണം, ഒരു ഇംഗ്ലീഷ് ടൈറ്റിൽ കൊടുക്കണം, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫോക്കസ് കീവേഡ് കൊടുക്കണം, അതേപോലെ തന്നെ ഇതിന് ടാഗുകൾ കൊടുക്കണം. ഇതിലൂടെയെല്ലാമാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് പ്രചരിക്കപ്പെടുന്നതിനുള്ള കാരണങ്ങൾ ഇതായിരിക്കും.
അപ്പോൾ ഇത് നമ്മൾ മാനുവലായിട്ട് നമ്മളിപ്പോൾ ഒരു വാർത്ത കൊടുക്കും. ശിരൂരിൽ ഇന്ന് അർജുൻ്റെ ദൗത്യം, അർജുനെ കണ്ടെത്താനുള്ള ദൗത്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ട് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ടാഗ് എന്താണെന്ന് ഏതാണ്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി വരുന്നൊരു കാലഘട്ടത്തിൽ ഈ ഓൺലൈൻ മീഡിയയുടെ CMSകളെല്ലാം തന്നെ മാറിക്കൊണ്ട് നിലവിൽ ഇപ്പോൾ നമ്മൾ ആ വാർത്ത കൊടുക്കുന്ന അറ്റ് എ ടൈമിൽ ഏറ്റവും കൂടുതൽ എന്താണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളതും ഏത് തരത്തിൽ വാർത്ത കൊടുത്താൽ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുമെന്നും ആളുകൾ ഏറ്റവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത് എന്താണെന്നുള്ള രീതിയിലേക്ക് നമ്മുടെ CMSൽ തന്നെ മാറ്റം വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. പിന്നീട് ഇതിനോട് തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്, കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിലൊന്നായിട്ടുള്ള മലയാള മനോരമ അവരുടെ ഓൺലൈൻ എഡിഷനിലേക്ക് AI സെർച്ച് ഇണക്കി ചേർത്തത്. എനിക്ക് തോന്നുന്നു മനോരമ ആയിരിക്കാൻ ചിലപ്പോൾ മലയാള പത്രങ്ങളിൽ അല്ലെങ്കിൽ മലയാളത്തിലെ ഓൺലൈൻ മീഡിയകളിൽ ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവരുടെ ചുവട് പിടിച്ചുകൊണ്ട് മറ്റ് മാധ്യമങ്ങളും ഈ രീതിയിലേക്ക് AI സെർച്ചിലേക്കും അതുപോലെ തന്നെ AI സാധ്യതകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലേക്കും മാറ്റപ്പെട്ടേക്കാം. അപ്പം ഈ ഡെസ്കുകളിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് ഡെസ്കുകളിൽ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പത്തെ പോലെ ഇപ്പോൾ ഒരു സാധനം റിസർച്ച് ചെയ്തുകൊണ്ട് വളരെ കുറേ സമയം എടുത്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ എഴുതുക. നമുക്ക് വാർത്ത എഴുതൽ വളരെ ഒരു ബ്യൂറോയിൽ നിന്ന് വാർത്ത വരികയും അത് നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഡെസ്കിൽ നടക്കുന്ന പണി എന്ന് പറയുന്നത്. പക്ഷേ ഈ ആർട്ടിക്കിളുകളൊക്കെ, അതായത് ഒരു ഗവേഷണം നടത്തി ചെയ്യേണ്ട ആർട്ടിക്കിളുകളൊക്കെ വളരെ എളുപ്പത്തിൽ എഴുതാൻ കഴിയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടും. അതുപോലെ തന്നെ അതിനോട് ചേർത്ത് പറയേണ്ടതാണ് ഈ ഡാറ്റകൾ. ഇപ്പോൾ മുമ്പ് ആദ്യം സംസാരിച്ച അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഗവേഷണം നടത്തുന്ന ഒരാളാണെന്ന് ഹേമ മാഡം പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ കൂടുതലായിട്ട് ഇതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഒരു ഡാറ്റ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നമ്മളുടെ കൈകളിലേക്ക് ഒരു നമ്പേഴ്സും അല്ലെങ്കിൽ ഒരു ഡാറ്റ ആയിരിക്കും വരിക. ആ ഡാറ്റ നമ്മൾ മാനുവലായി വളരെ വിശകലനം ചെയ്തുകൊണ്ടായിരിക്കും പിന്നെ അതിൽ നിന്ന് ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഇത് അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക. പക്ഷെ ഇനി AI വരുന്നതോട് കൂടിയിട്ട് ആ ഡാറ്റ വിശകലനം എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കുകയും AI സഹായത്തോടുകൂടി ഡാറ്റ വിശകലനം ചെയ്ത് ചില കൺക്ലൂഷനുകളിലേക്കും ചില ടിപ്സുകളിലേക്കും നമ്മളെ നയിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് വളരെ ഈസി ആയിട്ട് ഡാറ്റ ബേസ് ചെയ്ത് ഒരു സ്റ്റോറിയോ ഒരു ആർട്ടിക്കിളോ എഴുതാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആ രീതിയിലേക്ക് ഈ AI വരുന്നതോടുകൂടി ഈ ന്യൂസ് ഡെസ്കുകളും അതുപോലെ തന്നെ ചാനലുകളുടെയോ ഡെസ്കുകളെല്ലാം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഞങ്ങളെല്ലാം തമാശയായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ AI വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഒരു പണി ഉണ്ടാവുക. കാരണം ഇനിയിപ്പോൾ ഞങ്ങൾ ആവശ്യമില്ലല്ലോ, AI ഒരു പ്രോംപ്റ്റ് കൊടുക്കാൻ ഒരാൾ പോരെ, ആ പ്രോംപ്റ്റിനനുസരിച്ചുകൊണ്ട് കൃത്യമായിട്ടൊരു ലേഖനമോ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു വാർത്തയോ അവർ നൽകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ അതായത് ഇവിടുത്തെ ജേർണലിസ്റ്റുകളുടെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു തോന്നൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് വരുന്നത് ഭാഷകളായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. പക്ഷെ നിലവിലുള്ള സ്റ്റേജ് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഒരു സാധനം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഇംഗ്ലീഷ് എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഭാഷ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരേപോലെ ആയിരിക്കും വരിക എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതേപോലെ AI വരുമ്പോഴും ആ ഒരു വെല്ലുവിളി AI മറികടക്കും എന്നുള്ളത് പറയാൻ കഴിയില്ല. കാരണം ഭാഷ എന്നുള്ള സാധനം, അതായത് AI വരുമ്പോൾ എല്ലാം ഒരേപോലെ ഒരേ രീതിയിലുള്ള ഭാഷയിലുള്ള എഴുത്താവുമോ എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള ഒരു എഴുത്തിൻ്റെ ഒരു ഇത് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ രീതിയിൽ ഇതായതുകൊണ്ട് അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവും. പക്ഷെ ഭാവിയിൽ അതും AI മറികടക്കുക തന്നെ ചെയ്യും. കാരണം പ്രാദേശിക ഭാഷകളിലേക്ക് കൂടുതലായിട്ട് AI എത്തും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എന്തായിരിക്കും ഈ ജേർണലിസം പോലുള്ള പ്രൊഫഷനുകളുടെ ഭാവി എന്നും അതുപോലെ തന്നെ അതെങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് എനിക്ക് ആമുഖമായിട്ട് ഇതിൽ പറയാനുള്ളത്.
ഓക്കെ വിഷ്ണു, വളരെ നന്ദി. വിശദമായിട്ട് ഈ മേഖലയിലെ ഇതൊക്കെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഇത് ഭാവിയില് നമ്മൾ ഏതൊരു സംഭവം പുതുതായിട്ട് വരുമ്പോൾ നമ്മൾ അതിന്റെ ബ്ലെസ്സിങ്സും ബൂൺസും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുമല്ലോ. അപ്പൊ ഇത് മാധ്യമ മേഖലയിലെ തൊഴിൽ സാധ്യതകളെ നഷ്ടപ്പെടുത്തുന്നതല്ലാതെ ഇത് ഏതൊക്കെ രീതിയിലാണ് അത് ഒരു നെഗറ്റീവായിട്ട് നമ്മളെ എഫക്ട് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും? ഇപ്പൊ ഭാഷയുടെ കാര്യം പറഞ്ഞതുപോലെ മറ്റു മേഖലകൾ എന്തൊക്കെയായിരിക്കാം? ഇപ്പം ഭാഷയുടെ കാര്യം ഒന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഫേക്ക് ന്യൂസിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു. ഇത് തടയാനുള്ള ഒരു ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ഫേക്ക് ന്യൂസ് ക്രിയേറ്റ് ചെയ്യാനും AI കൊണ്ട് സാധിക്കും. ഇപ്പം തന്നെ നമുക്ക് അറിയാം, ഒരു കുറച്ച് ചിത്രങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ചിത്രങ്ങൾ മാത്രം വെച്ച് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുള്ള AI ടൂളുകളും നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ മാധ്യമങ്ങളും വളരെ നിഷ്പക്ഷതയോടെയും സത്യസന്ധതയോടെയാണ് പ്രവർത്തിക്കണമെന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ ഇപ്പം എല്ലാവരും അത് പാലിക്കുന്നില്ല എന്നുള്ളത് ഇവിടെ പരസ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നൈതികത ഇല്ലാത്തൊരു മാധ്യമങ്ങൾ ഇപ്പോൾ ഒരു ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു AI ഒരു ഫേക്ക് വീഡിയോയോ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള പിക്ചേഴ്സോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അത് പ്രചരിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫേക്കാണെന്ന് അറിയുമ്പോഴേക്ക് തന്നെ അതിൻ്റെ ഒരു ഫലം സൊസൈറ്റിയിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ അങ്ങനെയുള്ളതൊരു വെല്ലുവിളിയായിട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് AI ഉപയോഗിച്ചുകൊണ്ട് തന്നെ വ്യാജം പ്രചരിപ്പിക്കാനും അതുപോലെ തന്നെ ഒരു എത്തിക്കൽ അല്ലാത്ത പ്രാക്ടീസുകൾക്ക് മാധ്യമ മേഖലയെ ഉപയോഗപ്പെടുത്താനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് കൂടുതൽ കാര്യങ്ങളിൽ അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോൾ ആവാം. ഡോക്ടർ ശൈലേഷ് സംസാരിക്കും. നമ്മൾ നേരത്തെ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തുടങ്ങി. അതായത് ഇത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്, ഏതൊക്കെ ഫീൽഡാണെന്ന് പറഞ്ഞു. പക്ഷെ ഇതിന് ഉപയോഗിക്കുന്ന ടൂൾസിനെ പറ്റിയിട്ടും കൂടി ഒന്ന് സംസാരിക്കാമോ? എന്തൊക്കെ ടൂൾസ് ആണ് ഇപ്പോ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്? ഇപ്പൊ ChatGPT പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മെഷീൻ ലേണിംഗിനാണെങ്കിലോ? ഹലോ മാം, ഹലോ, നമ്മൾ ഈ ടൂളുകളെ പറ്റി പറയുമ്പോൾ പല ലെവലുകളിലാണ് നമ്മൾ ആക്ച്വലി ഇത് പറയാം. ഇപ്പൊ AI എന്ന് പറയുന്ന ഡൊമൈൻ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ലേമാൻ പെർസ്പെക്റ്റീവിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകളുണ്ട്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് ChatGPT, അല്ലെങ്കിൽ നേരത്തെ ഈ പറഞ്ഞതുപോലെ ക്യാൻവയിലുള്ള ടൂള്, ജെമിനായി എന്ന് പറഞ്ഞ ടൂള്, അങ്ങനത്തെ ടൂളുകൾ. അത് ഒരു ലെവലിലുള്ള ടൂളുകൾ. അടുത്തത് ഈ ടൂളുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റു ടൂളുകൾ ഉണ്ടാവും. ഇപ്പൊ ChatGPT എങ്ങനെ ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം വേണമല്ലോ. അത് ലേമാൻ പെർസ്പെക്റ്റീവ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ടൂളുകളല്ല, അത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉപയോഗിക്കുന്ന ടൂളുകളാണ്. അത് നമ്മൾ പൈത്തൺ, R പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും അതുപോലെ മെഷീൻ ലേണിംഗിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ടെൻസർഫ്ലോ, പൈറ്റോഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിംഗ് ടൂളുകളാണ് അതുകളെല്ലാം. ഓക്കെ, അതൊരു ഡെവലപ്പറിന്റെ പെർസ്പെക്റ്റീവിൽ പറയുന്നതാണ്. പിന്നെ ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന വളരെ കോർ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ആസ്പെക്ട്സ് ആണ് ഇതെല്ലാം തന്നെ. നമ്മൾ കാണുന്ന എല്ലാ AI മോഡൽസിന്റെയും അണ്ടർലൈൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ മോഡൽസും സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസും ആണ്. ദെൻ ഇത് തന്നെ ഡെവലപ്പ് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ലേമാന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകളെ പറ്റി പറയുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. അതെ, അപ്പോൾ ലേമാൻ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ നമ്മൾ വളരെ കോമൺ ഒരു ക്രൗഡിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്കൊന്ന് പറയാം. സാധാരണയായിട്ട് നമുക്ക് AI ഉപയോഗിക്കുന്നത് ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നു. നമ്മൾ ഈ ChatGPT പോലുള്ള ആപ്ലിക്കേഷൻസ് വരുന്നതിന് മുന്നേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഐദർ ഒരു ഡിസിഷൻ മേക്കിങ്ങിനോ ഫോർകാസ്റ്റിങ്ങിനോ അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പം നമ്മൾ AI ക്യാമറ ഒന്ന് ആലോചിച്ച് നോക്കി. AI ക്യാമറയിലൂടെ ശരിക്കും ചെയ്യുന്നത് എന്താ? ഒരാൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നു, അല്ലെ? അതൊരു ഡിസിഷൻ മേക്കിംഗ് ആണ്.
ഒരാൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, ഒരു വണ്ടിയിൽ എത്ര ആളുകൾ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുന്നു, ഉം. റൈറ്റ്? ഇതെല്ലാം തന്നെ എന്താ, ഒരു കൈൻഡ് ഓഫ് ഡിസിഷൻ ഉം. മേക്കിംഗ് ആണ്, റൈറ്റ്? അപ്പോൾ ഈ ഉം. ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷെ ഉം. അതൊന്നും അത്ര പോപ്പുലർ ആയിരുന്നില്ല. കാര്യം നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ഈ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബ്രെയിൻ തന്നെയാണ് ഉപയോഗിക്കുക, അല്ലേ? ഉം. നമുക്ക് ആ ഒരു അതെ. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ തിങ്ക് ചെയ്യേണ്ടി വരുന്നതും ഉം. നമുക്ക് കൂടുതൽ എന്താ പറയുക, എക്സ്പ്ലോർ ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ ഉം. ഇതിന് ബദലായിട്ട് പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പം നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ആമസോണിൽ നിന്നോ ഒക്കെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു. ഇപ്പം ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുകയാണ്. ഉം. ഈ മൊബൈൽ ഫോണിന് നമ്മൾ പർച്ചേസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ബില്ലിംഗ് പേജിൽ എത്തിക്കഴിയുമ്പോൾ ലാസ്റ്റ് താഴെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നതിൻ്റെ ഒപ്പം അവർ കുറേ പ്രോഡക്ട്സ് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഉം. മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നതിൻ്റെ ആൾക്ക് തന്നെ ഈ ഒരു ഉം. ഡേറ്റ കേബിളോ അല്ലെങ്കിൽ ഒരു ഉം. ടെമ്പേർഡ് ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു പൗച്ചോ ഒക്കെ അവരെന്ത് ചെയ്യും, റെക്കമെൻഡ് ചെയ്യും. ഓക്കെ. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഓക്കെ എന്നാൽ പിന്നെ ഇത് കൂടെ വാങ്ങിച്ചേക്കാന്ന് പറഞ്ഞിട്ട് നമ്മളത് വാങ്ങിക്കല്ലേ. സോ അവിടെ നമ്മളുടെ യൂസറിൻ്റെ വളരെ എന്താ പറയുക ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡേറ്റ അനലൈസ് ചെയ്ത് അവർ കണ്ടെത്തുകയാണ് മൊബൈൽ ഉം. വാങ്ങിക്കുന്ന ഒരാൾക്ക് എന്ത് വാങ്ങിക്കാനുള്ള താല്പര്യം ഉണ്ടാവും, ഈ പറയുന്ന പ്രോഡക്റ്റുകൾ വാങ്ങിക്കാനുള്ള താല്പര്യം ഉണ്ടാവും. ഇത് വളരെ സിമ്പിളാണ്. ഷൂ വാങ്ങിക്കാൻ നമ്മളൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം എന്ത് വാങ്ങിക്കും, സോക്സും വാങ്ങിക്കും എന്ന് എക്സിക്യൂട്ടീവിന് അറിയാം. അതുപോലെ ബ്രെഡ് ജാം വാങ്ങിക്കുന്ന ഒരു ടൈമിന് ഒബിയസ്ലി എന്ത് വാങ്ങിക്കാം, ബട്ടറോ ജാമോ വാങ്ങിക്കാം എന്നുള്ളതറിയാം. അപ്പൊ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഡേറ്റയിൽ ഒളിഞ്ഞു കിടക്കുന്ന പാറ്റേൺസ് മനസ്സിലാക്കി ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയായിരുന്നു. അപ്പൊ ഈ ലെവലിലെ ടൂളുകൾ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, AI എന്ന് പറയുന്ന ഈ ഒരു ആസ്പെക്ട് കോമൺ പീപ്പിളിലേക്ക് വന്നു തുടങ്ങിയത് ഈ ജനറേറ്റീവ് AIയുടെ വരവിന് ശേഷമാണ്. ഓക്കെ. ഇപ്പോ നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ നമ്മൾ പ്രതിപാദിച്ച എല്ലാ ടൂളുകളും തന്നെ എല്ലാം ജനറേറ്റീവ് AI എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പൊ എന്താണ് ജനറേറ്റീവ് AIക്ക് മറ്റ് AI യിൽ നിന്നുള്ള പ്രത്യേകത ചോദിച്ചാൽ, മറ്റ് AI മോഡൽസ് എല്ലാം തന്നെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനെ നമ്മൾ ഡിസ്ക്രിമിനേറ്റീവ് AI എന്നുള്ള പേരിൽ വിളിക്കും. പക്ഷേ ഇൻപുട്ടിൽ നിന്നും പുതുതായൊരു ഔട്ട്പുട്ട് തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന AI ടൂളുകളെയാണ് നമ്മൾ ജനറേറ്റീവ് AI എന്നുള്ള പേരിൽ വിളിക്കുന്നത്. അപ്പോൾ കോമൺ പീപ്പിളിന് അല്ലെങ്കിൽ ഒരു കോമൺ ക്രൗഡിന് ഉപയോഗിക്കാൻ പറ്റുന്ന, അവൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്നതും അവൻ്റെ ജോലിനെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുന്നതും അല്ലെങ്കിൽ കൂടുതൽ ആക്സലറേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ടൂളുകളും തന്നെ ഈ ജനറേറ്റീവ് AIയുടെ കാറ്റഗറിയിൽ വരുന്നതാണ്. അതിൽ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ജനറൽ നോളജ് ആസ്പെക്റ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകളാണ് ഈ പറയുന്ന ChatGPT, ജെമിനൈ, പെർപ്ലക്സിറ്റി എന്ന് പറയുന്ന കുറെ സെറ്റ് ഓഫ് ടൂളുകൾ. ഓക്കെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ ആ നമ്മള് ഇപ്പോ ChatGPT അല്ലെങ്കിൽ ഇതുപോലുള്ള ടൂളുകൾ ഉപയോഗിച്ച് ഡാറ്റ വാങ്ങിക്കുന്നത്, അത് എപ്പോഴും സെക്കൻഡറി ഡാറ്റ ആയിരിക്കുമല്ലോ. അതെ. ഏതെങ്കിലും കാലഘട്ടത്തില് ഈ പ്രൈമറി ഡാറ്റ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്ന രീതിയിലേക്ക് ഇത് ഡെവലപ്പ് ചെയ്യുമോ? നമ്മൾ ആക്ച്വലി ഈ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡേറ്റ എല്ലാം തന്നെ എ കൈൻഡ് ഓഫ് മിക്സ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡേറ്റയാണ്. ഓക്കെ, കാരണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ, അതായത് നമ്മൾ ഈ പറയുന്ന നമ്മളുടെ ഈ പോയിന്റിലാണ് ശരിക്കും നമ്മൾ പ്രൈവസി എന്ന് പറയുന്ന ഒരു കൂടി ഇതിന്റെ കൂട്ടത്തില് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഈ മെറ്റ എന്നുള്ള കമ്പനി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഈ മെറ്റ എന്ന് പറയുന്ന കമ്പനിയിലെ പ്രോഡക്റ്റുകൾ നമുക്കറിയാം. ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ വാട്സപ്പ് ആയിക്കോട്ടെ, ഇതാണ് ഇവരുടെ പ്രോഡക്ട്സ് അല്ലേ. പക്ഷെ നമ്മുടെ റിയാലിറ്റി എന്താ, നമ്മൾ ആരെങ്കിലും ഒരു രൂപ പോലും ഈ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ടോ? ഇല്ല.
ഏകദേശം 30,000 എംപ്ലോയീസ് ഫേസ്ബുക്ക് ഈ മെറ്റ എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരാളുടെ ഒരു എൻട്രി ലെവൽ എംപ്ലോയിയുടെ സാലറി എന്ന് പറയുന്നത് തന്നെ ഏകദേശം 3 ലക്ഷം രൂപയുടെ അടുത്താണ് ഒരു മാസം. അപ്പൊ സാലറി ഇനത്തിൽ തന്നെ അവര് ഉണ്ടാക്കേണ്ടിയിരിക്കുന്ന റവന്യൂ 90,000 lakhs ആണ്. ഓക്കെ, പക്ഷെ ഈ പറയുന്ന അവരുടെ പ്രോഡക്റ്റ് ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, കാശിന് വേണ്ടിയല്ല അവര് കൊടുക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അവർക്ക് അത്രയും വലിയൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ഡാറ്റ എടുത്ത് അതെ, പെരുമാറുന്നു. ഡെഫിനറ്റ്ലി നമ്മളുടെ ഡേറ്റയാണ്. നമ്മളുടെ ഡേറ്റ, അതായത് നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും സെർച്ച് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ വാൾസിൽ വരികയാണ്, നമ്മുടെ ഫേസ്ബുക്കിന്റെ വാൾസിൽ വരികയാണ്. അപ്പൊ ഇവര് ജനറേറ്റ് ചെയ്യുന്നത് AI മോഡൽസ് ആണ്. ആ AI മോഡൽസിൽ ചെയ്യുന്നത് എന്താ, നമ്മളുടെ കൺസേൺ ഇല്ലാതെ നമ്മളുടെ പല ഡേറ്റയും, അത് പ്രൈമറി ഡേറ്റ തന്നെയാണല്ലോ, ഈ ഡേറ്റ അവർ ഉപയോഗിച്ചാണ് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ഇന്റർനെറ്റില് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഗൂഗിൾ ഡ്രൈവ് ആയിക്കോട്ടെ, വൺ ഡ്രൈവ് ആയിക്കോട്ടെ, ഏത് ക്ലൗഡ് സ്റ്റോറേജിലും സ്റ്റോർ ചെയ്ത് വെക്കുന്ന എല്ലാ ഡേറ്റയും ഗൂഗിളിന് അക്സസിബിൾ ആണ്. ഗൂഗിളാണ് ഈ ഡേറ്റ മൊത്തം ഇന്റർനെറ്റ് ഓവർ ദ ഇന്റർനെറ്റ് ഫ്ലഡ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഇത് സെക്കൻഡറി ഡേറ്റ മാത്രമാണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. ഇറ്റ്സ് ഓൾ എ മിക്സ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡേറ്റ. പിന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു അബദ്ധമാണ്, പല റിസർച്ചേഴ്സും ഡാറ്റ ഇല്ലാത്തത് കൊണ്ട് ഈ ChatGPT ഉപയോഗിച്ച് ഡേറ്റ ഉണ്ടാക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ജങ്കായിട്ടുള്ള ഡേറ്റ ഉണ്ടാക്കി ജങ്കായിട്ടുള്ള ഒരു AI മോഡലിനെ ജനറേറ്റ് ചെയ്ത് വീണ്ടും നമ്മൾ ജങ്കായിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ ഇതൊക്കെ വളരെ വലിയ അബദ്ധങ്ങളാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആസ്പെക്ട്, ആ റെസ്പോൺസിബിൾ അല്ലെങ്കിൽ എത്തിക്കൽ അല്ലെങ്കിൽ ഫെയർ AI എന്ന് പറയുന്ന ആസ്പെക്ട് നമ്മൾ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇത്. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് കംപ്ലീറ്റ് ചെയ്തില്ല തോന്നുന്നു, ടൂൾസിനെ പറ്റി. അപ്പോൾ ഇതിലിപ്പോ ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതേപോലെ ഇപ്പോ വിഷ്ണുവിനൊക്കെ പറഞ്ഞതുപോലെ വളരെയധികം യൂസ്ഫുൾ ആകുന്ന അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് ഇമേജ് ജനറേഷൻ ടൂളുകളായിരിക്കും. ആ ഇമേജ് ജനറേഷൻ ടൂളുകളിൽ വളരെ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന 1-2 നമ്മളുടെ ഡാലി എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്, ഡാലി. ഓക്കെ, അതുപോലെ തന്നെ മെറ്റയുടെ ഒരു ടൂൾ ഉണ്ട്, അതിന്റെ പേര് വിട്ടുപോയി. ഒരു മിനിറ്റ് കേട്ടോ. മെറ്റയുടെ ടൂള് മിഡ് ജേർണി എന്ന് പറഞ്ഞുള്ള ടൂൾ ഉണ്ട്. ഡാലി മിഡ് ജേർണി ഒക്കെ ഇമേജ് ജനറേഷൻ, നമുക്ക് പ്രോംപ്റ്റ് കൊടുത്ത് എന്ത് ചെയ്യാം, ഇമേജിനെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. അതുപോലെ ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള മൊഡാലിറ്റിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് വിസ്പർ എന്നാണ് പേര്, വിസ്പർ. അപ്പം നമ്മളൊരു വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ ആ വോയിസിനെ ഇന്റർപ്രറ്റ് ചെയ്യാനും അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ടൂളാണ് വിസ്പർ. അതുപോലെ കോഡിംഗ് ചെയ്യുന്ന ആളുകൾക്ക്, പ്രോഗ്രാമേഴ്സിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് കോപൈലറ്റ് എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. കോപൈലറ്റ്. ഇങ്ങനെ പല പല രീതിയിൽ നമുക്ക് ഈ പറയുന്ന ടൂളുകൾ ഉണ്ടാക്കാം. ഇനി നമുക്കൊരു ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൂൾ ഉണ്ടാക്കണം എന്ന് വിചാരിക്കും. നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മളുടെ അഡ്വക്കേറ്റ് GPT അല്ലെങ്കിൽ കിസാൻ GPT എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ChatGPT പോലുള്ള മോഡലുകൾ. ഇതെല്ലാം ഓരോ സ്പെഷ്യലൈസേഷൻ ആണോ? അല്ല, അവിടെ ഞാൻ വ്യത്യാസം പറയാൻ തന്നെ, ഇതിനെല്ലാം ഒരു പേരന്റ് മോഡൽ ഉണ്ടാവും. അതായത് ആ മോഡലിന്റെ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ച് ഉത്തരങ്ങൾ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഡൊമൈൻ സ്പെസിഫിക് അല്ല. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉത്തരങ്ങൾ എവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു സോഴ്സ് കൂടി അതിന് പറഞ്ഞു കൊടുക്കുകയാണ്.
ആ, ആ. ഈ ഒരു ടെക്നോളജിനെ നമ്മൾ പറയുന്ന പേരാണ് റാഗ് എന്നാ പറയാ, RAG, റാഗ്. ഉം, ഉം, അപ്പൊ റാഗ് ഉപയോഗിച്ച് നമ്മളുടെ ജനറൽ ആയിട്ടുള്ള ഒരു AI മോഡലിനെ ഉം. ഒരു ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള മോഡലാക്കി വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ആ, ആ, ഇപ്പൊ ശരി. ഇപ്പൊ ഇപ്പൊ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജേർണലിസ്റ്റ് GPT എന്ന് ആ, പറയുന്ന ഒരു ഓ രീതിയിലേക്ക് ഓ ഉണ്ടാക്കാം, അത് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അത് തരുന്ന ഉത്തരങ്ങളെല്ലാം ഈ ജേർണലിസം റിലേറ്റഡ് ആയിട്ടുള്ള ഉത്തരങ്ങളായിരിക്കും. ഓക്കെ. ആ, ആ, ആ. ആ, ശരി. അത് എങ്ങനെയാണ് നമ്മൾ അതിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മോൾഡ് ചെയ്ത് എടുക്കുന്നത്? അതിനാണ് അതിന് ഞാൻ നമുക്ക് റാഗ് എന്ന് പറയുന്ന ടെക്നോളജി പറഞ്ഞത്. ഓക്കെ. ആ, ആ, ആ. ഓക്കെ, ഞങ്ങളിപ്പോ ശരി. കുസാറ്റിന്ന് വളരെ പോപ്പുലർ, ഇപ്പൊ നമ്മളുടെ ഒരു ജനറേറ്റീവ് AI കോൺക്ലേവ് നടന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ, IBMന്റെ. ആ, 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 അപ്പൊ നമ്മുടെ കുസാറ്റി എന്നുള്ള ഒരു ടീം, ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസ്, ഞാനായിരുന്നു അവരെ മെന്റർ ചെയ്തത്. അവര് ഓക്കെ. നമ്മുടെ ഹൈക്കോർട്ടിന് വേണ്ടിയിട്ട് ആ, ഒരു ആ, ആ. ലീഗൽ GPT ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആ, ആ. അപ്പൊ ആ, അത് ശരി. അവിടെയും ഒരു ജനറൽ ആയിട്ടുള്ള ഒരു മോഡൽ അവിടെ ഉണ്ട്, AI മോഡൽ ഉണ്ട്. ആ, ആ ആ. മോഡലിനെ നമ്മളുടെ സ്പെസിഫിക് ഡൊമൈനിലേക്ക് ആ, വേണ്ടി ശരി. നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ. അതായത് കസ്റ്റമൈസേഷൻ തന്നെ. ഒരു കൈൻഡ് ഓഫ് കസ്റ്റമൈസേഷൻ ത്രൂ അതെ. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് ഉണ്ടല്ലോ, ആ, ശരി. ആ, ആ. പ്രോംപ്റ്റിനെ ഒരു പ്രത്യേക രീതിയിൽ മാറ്റിയാണ് ഓക്കെ. ഈ ഉത്തരങ്ങൾ ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. ശരി. ആ, ആ, ആ. ഓക്കെ. അപ്പൊ ഓൾമോസ്റ്റ് കുറേ പോസിബിൾ ടൂൾസ് ഉണ്ട്. ഇതിനെല്ലാം കൂടി ഒരു വൺ പോയിന്റ് സൊല്യൂഷൻ ഉണ്ട്, റൺവേ AI. ആ, ആ, ആ. റൺവേ റൺവേ. റൺവേ ആ, RUNWAY. ആ, റൺവേ ആ, AI കയറി കഴിഞ്ഞാൽ ആ, ആ, നമുക്ക് എല്ലാ തരം ടൂളുകളുടെ ഒരു ലിസ്റ്റ് അവിടെ കാണാം. ആ, ആ, ആ. അത് ശരി. പെയ്ഡ് ആയതും പെയ്ഡ് അല്ലാത്തതുമായിട്ടൊക്കെ ഉണ്ട്. നമ്മളുടെ നീഡിനനുസരിച്ച് നമുക്ക് ടെക്സ്റ്റ് ടു ടെക്സ്റ്റ് വേണോ, ആ, ആ, ആ. ടെക്സ്റ്റ് ടു ഇമേജ് വേണോ, ഇമേജ് ടു ടെക്സ്റ്റ് വേണോ, ഏത് രീതിയിലാണോ വേണ്ടത് അതിനനുസരിച്ച് അതിനകത്തുനിന്ന് നമുക്ക് അത് ഉപയോഗിക്കാം. ഓക്കെ. ശരി. ഇതെല്ലാം പെയ്ഡ് ആണോ അതോ ഇതിലൊക്കെ ഫ്രീ മൂന്ന് സോഫ്റ്റ്വെയർ ടൂൾസ്? തരത്തിലുണ്ട്. ഓപ്പൺ സോഴ്സുകളുണ്ട്, അതിനെ നമ്മൾ ഫ്രീ വെയർസ് എന്നാ പറയാ. പിന്നെ ഫ്രീമിയം എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. അതായത് ഒരു എക്സ്റ്റെന്റ് വരെ കുറെ യൂസേജസ് ഫ്രീ ആയിരിക്കും. അതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് വേണമെന്നുണ്ടെങ്കിൽ പേ ചെയ്യണം. പേ ചെയ്യണം. അതിനെ നമ്മൾ പറയാ ഫ്രീമിയംസ് എന്നാണ്. പ്രീമിയംസ്. അതുപോലെ പ്രീമിയം മോഡൽ. ഇപ്പോ നമ്മളുടെ ചാറ്റ് GPT ഒരു പ്രീമിയം ആണ്. കുറെ പോയിന്റ് വരെ നമുക്ക് അത് പ്രോംപ്റ്റ് ചെയ്യാം. അത് കഴിയുമ്പോഴത്തേക്ക് അത് ലിമിറ്റ് ചെയ്യും. ശരി. പക്ഷെ നമ്മളുടെ ജെമിനായി എന്ന് പറയുന്ന ടൂള് പ്യുവർലി ഫ്രീമിയം ആണ്. ഓ, ശരി. പ്യുവർലി നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം, അതിൽ ലിമിറ്റേഷൻ ഇല്ല. ശരി. അങ്ങനെയാണ്. ഈ മെറ്റയും അങ്ങനെയാണോ? മെറ്റയുടെ ഏത് ടൂളാ? മെറ്റ മിക്കതും പെയ്ഡ് ആണ്. പെയ്ഡ് ആണ്. പെയ്ഡ്. അവരുടെ ഗ്രാനൈറ്റ് എന്നൊക്കെ ഉള്ള മോഡൽസ് ഉണ്ട്, അത് അവരിപ്പോ ഓപ്പൺ സോഴ്സ് ആക്കിയിട്ടുണ്ട്. ശരി. ഓക്കെ. ഇപ്പോ ഈ ഡാൻസിങ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞല്ലോ, കൾച്ചറൽ ഹെറിറ്റേജുമായിട്ട്. അപ്പോ അത് എങ്ങനെയാണ് ഇതുപോലെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് എടുക്കുകയാണോ ചെയ്യണത്? അല്ല, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറേറ്റീവ് AI ആസ്പെക്ട്സ് വളരെ കുറവാണ് വന്നിരിക്കുന്നത്. നമ്മൾ കൂടുതലും ഡിസിഷൻ മേക്കിങ്ങും ഇന്റർപ്രിട്ടേഷൻസിനൊക്കെ വേണ്ടിയിട്ട് ആണ് കൂടുതൽ AI മോഡൽസ് ഡാൻസിൽ ഇതുവരെ വന്നിട്ടുള്ളത്. ഇതിപ്പോ ഈ ആർട്ടിനെ പോപ്പുലറൈസ് ചെയ്യാനായിട്ട് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലെ? ഇപ്പൊ കഥകളി മുൻപൊക്കെ ഈ ഇന്റർപ്രറ്റേഴ്സ് കൂടെ യാത്ര ചെയ്തിട്ടാണല്ലോ ഇത് കഥ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ഈ AI-യുടെ ഹെൽപ്പോട് കൂടിയിട്ട് വേണമെങ്കിൽ അത് ഓറലായിട്ട് പോലും സംസാരിച്ചു കൊടുത്തോളൂ അല്ലെ? അതെ, നമുക്ക് ടെക്സ്റ്റ് ആക്കാൻ പിന്നെ വളരെ പെട്ടെന്നാണ് നമുക്ക് ഓറലാക്കാൻ. അതെ. ഹ്യൂമൻ പ്രസൻസ് തന്നെ വേണമെന്നില്ലല്ലോ. ഇല്ല. അതെ. ഇപ്പൊ ഏതൊക്കെ ഏരിയയിൽ ഇതിന്റെ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ജനറൽ ആയിട്ട് ഇപ്പൊ നമ്മൾ അധികം നമ്മൾ ജനറൽ ആയിട്ട് അറിയുന്ന കുറെ മേഖലകളുണ്ട്. അതല്ലാതെ എന്തൊക്കെയാണ് ഇതിന്റെ ഞങ്ങൾ അറിയാത്ത ഏതെങ്കിലും ഏരിയകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഡൊമൈനുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ മെഡിസിൻ പോലെ അങ്ങനെയാണോ? അതെ. അത് മാത്രമല്ല ഞങ്ങൾക്ക് അറിയേണ്ട വേറൊരു കാര്യം, ഇപ്പൊ ഈ ഒരു റോബോട്ടിക് സർജറി ചെയ്യുമ്പോൾ
പിന്നെ മെഡിക്കൽ സയൻസിൽ ഇപ്പോ ഇപ്പൊ ബയോടെക്നോളജി വരെ എത്തി നിൽക്കുന്നുള്ളൂ എന്നാണ് നമ്മൾ അറിയുന്നത്. പക്ഷെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ അതിന്റെ സോഫ്റ്റ്വെയർ ടെക്നോളജി ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഏത് രീതിയിലായിരിക്കും? അങ്ങനെയുള്ള പിന്നെ സിലബസ് കരിക്കുലം ഒക്കെ എവിടെയൊക്കെയാണുള്ളത്? ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണത് ചെയ്തു അതെ, കൊടുക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ ആ, ലേണിംഗ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ, ഇതില് ആ, ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾക്ക് ഡീപ്പ് ലേണിംഗ്. ആ, ഈ റോബോട്ടിക് സർജറി ഉൾപ്പെടെ വരുന്ന ഇപ്പോൾ നമ്മൾ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാത്തരം AI-യിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്ന ടെക്നിക്കാണ്. ഇപ്പോൾ ഡീപ്പ് ലേണിങ്ങിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഒരു മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. അപ്പം നമ്മൾ കാണിച്ച് എക്സ്പീരിയൻസിലൂടെയാണ് ഓൾമോസ്റ്റ് എല്ലാ ലേണിംഗ് പ്രോസസ്സും നടക്കുക. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്കൊരു സെറ്റ് ഓഫ് ഇമേജസ് ഉണ്ട്. അതിൽ ഒരു സെറ്റ് ഓഫ് മമ്മൂട്ടി ഉണ്ട്, മോഹൻലാൽ ഉണ്ട് അല്ലേ. കുറേ ഇമേജുകൾ നമ്മൾ കണ്ടു കഴിയുമ്പോൾ എന്താണ് മമ്മൂട്ടിയുടെ ഫീച്ചേഴ്സ്, എന്താണ് മോഹൻലാലിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നമ്മളുടെ ബ്രെയിൻ അതൊരു പ്രത്യേക രീതിയിൽ എൻകോഡ് ചെയ്ത് വെക്കുകയല്ലേ ചെയ്യണേ. അതെ അതെ അതെ, അതിനുശേഷം പുതുതായിട്ടൊരു ഇമേജ് വരുമ്പോൾ നമ്മളുടെ പെർസെപ്ഷനും വന്ന ഇൻപുട്ടിനെയും തമ്മിൽ മാച്ച് ചെയ്യും. ഉം, then we are making a decision that it is മമ്മൂട്ടി or മോഹൻലാൽ. ഉം, ഉം, ഇതാണ് വളരെ ലേമൻ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ AI-യിലും നടക്കുന്നത്. ഓക്കെ. അപ്പൊ സെൻസറുകൾ ഉപയോഗിച്ച് ഇപ്പോൾ ഒരു റോബോട്ടിക് സർജറി ആണെങ്കിൽ ആ റോബോട്ടിക് സർജറിയിൽ റോബോട്ടിക് ആംസ് ആക്ച്വേറ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഈ ആക്ച്വേറ്റേഴ്സിലെല്ലാം സെൻസറുകൾ ഉണ്ടാവും. അപ്പൊ ഈ സെൻസറുകളിൽ നിന്നും കിട്ടുന്ന ഇൻപുട്ട് വെച്ചിട്ട് ബോഡി നോർമൽ ആണോ അബ്നോർമൽ ആണോ കറക്റ്റ് പൊസിഷനിലാണോ എന്നുള്ളതൊക്കെ ആർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും? ഇതിൻ്റെ ഉള്ളിലെ AI മോഡലിന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ലൈക്ക് ഇൻ ദ കേസ് ഓഫ് എ ഡോക്ടർ. ഉം, ഒരു ഡോക്ടർ എന്തൊക്കെ ആസ്പെക്ട്, എന്തൊക്കെ ഇൻപുട്സ് റിസീവ് ചെയ്താണോ ഒരു സർജറി നടത്തുമ്പോൾ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്, ഒരു വെയിൻ കട്ട് ചെയ്യണോ വേണ്ടയോ, എത്ര കീറണം, എല്ലാം ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ്. ഉം, അപ്പൊ ആ ഡിസിഷൻ മേക്കിങ്ങിന് എന്തൊക്കെ ഇൻപുട്സ് എടുക്കുന്നോ ആ ഇൻപുട്സ് എല്ലാം ക്യാപ്ചർ ചെയ്യാനുള്ള സെൻസേഴ്സ് ഈ റോബോട്ടിക് ആക്ച്വേറ്റേഴ്സിൽ ഉണ്ടാവും. ഉം, ദെൻ ഇതിൽ നിന്നും ഇൻപുട്ടുകൾ എടുത്ത് ഈ ഇൻപുട്ടുകളെ ബേസ് ചെയ്ത് എന്ത് ചെയ്യും? ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാക്കും. ഉം, ആ ഡിസിഷൻ മേക്കിങ്ങിന്റെ റിസൾട്ട് ഉപയോഗിച്ചാണ് പിന്നെ ഓരോ കമ്പോണന്റും, ഇപ്പോൾ ഒരു സിസർ ആയാലും ഓക്കെ, ഡൈസെക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ മെഷീൻ ആയാലും ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഉം, ഇറ്റ്സ് ഓൾ ഉം, ആക്ച്വലി ഹ്യൂമൻ ബ്രെയിൻ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അങ്ങനെ തന്നെ ഉം. നമ്മളുടെ ഓക്കെ. സെൻസറി ഓർഗൻസിന് പകരം, അതായത് നമ്മുടെ സ്കിൻ, ഐസ്, ഇയേഴ്സ്, ഇതെല്ലാം നമ്മുടെ ഉം, സെൻസറി ഓർഗൻസ് ആണല്ലോ. ഉം, ഉം, ഈ സ്കിന്നിന് പകരം ഒരു സെൻസർ ഉണ്ടാവും, അതെ. ഉം, കണ്ണിന് പകരം ഒരു ക്യാമറ ഉണ്ടാവും, ഉം, സൗണ്ട്, ഇയേഴ്സിന് പകരം ഒരു ഓഡിയോ സെൻസർ ഉണ്ടാവും. ഉം, 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 ഈ രീതിയിൽ ഒരു ഹ്യൂമൻ ഡെപിക്ഷൻ തന്നെ നടത്തിയിട്ടാണ് ഇതിന്റെ മോഡൽസ് എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത്. ഉം, ഉം. ആ, ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ? ഈ AI ഇതുവരെ നമ്മൾ AI ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു വന്നത്. അതെ AI വരുമ്പോ ഈ ലോകത്തിന് ആകമാനം ഉണ്ടാകുന്ന മാറ്റം ഏതൊക്കെ രീതിയിലായിരിക്കും? അത് അതെ ഞാൻ ഗുണമാണോ ദോഷമാണോ? അതും കൂടി ഒന്ന് പറയണം. കാരണം നമ്മൾ ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കുമ്പോ ഏറ്റവും കൂടുതൽ അതിന് നെഗറ്റീവ് സൈഡ് ആണോ പോസിറ്റീവ് ആണോ? കാരണം ഇപ്പൊ നമ്മള് ഫ്രാങ്കൻസ്റ്റീൻ എഞ്ചിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോ അവസാനം വരുമ്പോ അത് മനുഷ്യകുലത്തിന് തന്നെ ഭീതിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന അതെ 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 ഒന്നായി മാറുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധ്യതകളൊക്കെ ഉണ്ടോ? എങ്ങനെയാണത് എഫക്ട് ചെയ്യാൻ ആ പോകുന്നത്? ഇത് നമുക്ക് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ AI ഹ്യൂമനെ റീപ്ലേസ് ചെയ്യുമോ, അങ്ങനൊരു ചോദ്യം. ഒരു ജോലി അതെ. സ്ഥലങ്ങളിലായാലും ഉം, മറ്റ് ഇപ്പോൾ പോലെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലായാലും ഉം. AI എന്ന് പറയുന്നത് ഹ്യൂമനെ റീപ്ലേസ് ചെയ്യുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കൺസേൺ. കൺസേൺ. ഉം, അതെ, നമ്മളുടെ ജോബ്സ് പോവോ എന്നുള്ളതാണ്. ഉം, പക്ഷെ ഉം, നമ്മൾ ഉം, നമ്മളുടെ ഇതുവരെയുള്ള ഹിസ്റ്ററിയിലുള്ള പല കാര്യങ്ങളും വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സി, ഉം, നമ്മൾ ATM മെഷീൻസ് ഉം, ATM മെഷീൻസ് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രൊപഗൻഡ ഉണ്ടായിരുന്നു. ഉം, ബാങ്കിലെ ക്ലർക്ക് പോലുള്ള ആളുകളുടെ ഉം. ജോലികൾ പോകുമോ എന്ന് പറഞ്ഞ് വളരെ ഒരു സമരവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്തിരുന്നു അല്ലേ. പക്ഷെ അതെ. ശരിക്കും സംഭവിച്ചത് എന്താ?
ATM മെഷീൻസ് വന്നപ്പോൾ ബാങ്കിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടി കോമൺ മാനിലേക്ക് റീച്ചബിൾ ആയി. അതെ. അതെ, ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഒരു ബ്രാഞ്ച് ഉണ്ടാകുന്ന സ്ഥലത്ത് 2-3 ബ്രാഞ്ചുകളാകാൻ തുടങ്ങി. റൈറ്റ്. അപ്പൊ ശരിക്കും അതെ. എംപ്ലോയ്മെന്റ് ഇല്ലാതാവുകയാണോ ചെയ്തത്, ഉണ്ടാവുകയാണോ ചെയ്തത്? കൂടുതൽ ജോലി എംപ്ലോയ്മെന്റ് കുറച്ചും കൂടി അതെ ഉണ്ടാവുമല്ലേ? ജോലി കുറച്ചും കൂടി എളുപ്പമായി. എളുപ്പമായി. പ്രൊഡക്ടിവിറ്റിയിലുള്ള ഇൻക്രീസ് ആണ് ശരിക്കും. അതെ. അതെ, അതുപോലെ തന്നെ നമ്മളുടെ ഈ പറയുന്ന വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ആപ്ലിക്കേഷൻസ് വന്നപ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര കൺസേൺ ആയിരുന്നു. നമ്മൾ സാധാരണ ഹോട്ടൽസിന്റെയും ഒക്കെ കച്ചവടങ്ങൾ പോവോ ഇല്ലയോ, ക്ലൗഡ് കിച്ചൺസ് മാത്രം ആകുമോ ശരിക്കും? പക്ഷെ നോക്കിയാലൊന്ന് ആലോചിച്ച് നോക്കി, കൂടുതൽ ആൾക്കാര് ഈ ഫാസ്റ്റ് ഫുഡ് ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിന്റെ പാർട്ടായിട്ട് എത്രയോ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എംപ്ലോയ്മെന്റ് ഫെസിലിറ്റി കിട്ടി. ഭയങ്കരമായിട്ട് ഫുഡ് മാർക്കറ്റ് ഇൻക്രീസ് ആയി. അപ്പോൾ ഇതിന്റെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ടെക്നോളജീസ് എല്ലാം തന്നെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും നമ്മളുടെ ഹ്യൂമൻ ലൈഫ് കുറച്ചും കൂടി ഈസി ആയിട്ട് മാറ്റാനും അല്ലെങ്കിൽ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള രീതിയിലേക്ക് മാറാനുമേ ഇത് എയിം ചെയ്യും. ഓക്കെ. പക്ഷെ ഇതിനൊരു വേഴ്സ് കേസ് ഉണ്ട്. ഇപ്പൊ മാം പറഞ്ഞ പോലെ ഒരു റോബോട്ടിക് മെഷീൻ ഉണ്ടാക്കി ഒരു ബാങ്ക് റോബറിക്ക് വേണ്ടിയിട്ട് ഡിപ്ലോയ് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഒരു ഷൂട്ട് ചെയ്താൽ പോലും എഫക്റ്റഡ് ആവാത്ത മെഷീൻസ് ചെന്ന് ബാങ്ക് റോബറി നടത്തി കഴിഞ്ഞാൽ ഒന്നും തന്നെ പറയാനില്ല. അപ്പൊ അവിടെയാണ് ഞാൻ വീണ്ടും പഴയ അതേ പോയിന്റിലേക്ക് വരുന്നത്. അല്ല, നമ്മള് ഈ ടെർമിനേറ്റർ പോലുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ നമുക്ക് അല്ലേ ആക്ച്വലി തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ ഒരു പേടിയിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. കാര്യം അതിനെ നമ്മൾ AI തന്നെ 3 കാറ്റഗറി ആയിട്ട് നമ്മൾ പറയാറുണ്ട്. ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ്. അപ്പൊ ഈ കാണുന്ന സൂപ്പർ ഇന്റലിജൻസ് എന്ന് പറയുന്നതാണ് നമ്മളുടെ എന്തിരൻ, ടെർമിനേറ്റേഴ്സിലൊക്കെ കാണുന്ന മോഡൽസ്. പക്ഷെ ദേ ആർ ഓൾ ആക്ച്വലി എന്താ പറയാ, ഫിക്ഷസ് ആയിട്ടുള്ള സ്റ്റോറീസിലും ഫിലിംസിലും മാത്രമേ അതൊക്കെ കാണുള്ളൂ. നമ്മളുടെ ഇപ്പോഴത്തെ ടെക്നോളജി അഡ്വാൻസ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ മേ ബി ഇനി ഒരു 100 or 200 ഇയേഴ്സ് ചിലപ്പോൾ എടുക്കുമായിരിക്കും. പക്ഷേ UN പോലുള്ള സംഘടനകൾ ഇപ്പൊ തന്നെ അതിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ലിമിറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനിയും കമ്പ്യൂട്ടിംഗ് പവേഴ്സ് കൂടിയ മെഷീൻസ് ഉണ്ടാക്കരുത് എന്ന് ശരിക്കും ലിമിറ്റ് ചെയ്യുന്നുണ്ട് UN പോലുള്ള സംഘടനകൾ. അല്ല, ലിമിറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോ തന്നെ അതിനൊരു ഭയം ഉണ്ടാവുന്നത് കൊണ്ടാണല്ലോ ലിമിറ്റ് ചെയ്യുന്നത്. അതെ. ഒരു വേഴ്സ് ആസ്പെക്ട് അത് മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നത്. അതെ. ഇത് മേ ബി ഇപ്പൊ നമ്മൾ IBM വാട്സൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇടയ്ക്ക് ഭയങ്കര ന്യൂസ് ആയിരുന്നു. IBM വാട്സൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീൻ ആയിരുന്നു, ഈ ChatGPT പോലെ. എന്താണ് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയാമോ? IBM വാട്സൺ. ഓക്കെ. അതൊരു AI ടെക്നോളജി ആയിരുന്നു. നമ്മളുടെ ഈ പ്രെഡിക്റ്റീവ് പ്രിസിഷൻ മെഡിസിൻ ഒക്കെ വേണ്ടിയിട്ട് വളരെയധികം, അതായത് മെഡിക്കൽ ഡൊമൈനിൽ വളരെയധികം ഇമ്പാക്ട് ഉണ്ടാകും എന്ന് കരുതിയിരുന്ന ഒരു ടൂളായിരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ പെർഫോമൻസ് വളരെയധികം ഫെയിലിയർ ആയിപ്പോയി. പക്ഷെ ഇടയ്ക്കൊരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു, ഇൻസ്റ്റെഡ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് എ ഹ്യൂമൻ ആൻഡ് എ മെഷീൻ, ഇവര് 2 IBM വാട്സൺ മെഷീൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടായി കൊടുത്തു. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഇസ് they have generated their own language. മനുഷ്യൻ മനസ്സിലാക്കാത്ത രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അവര് ഒരു പുതിയ ലാംഗ്വേജ് തന്നെ ഇവോൾവ് ചെയ്തുണ്ടാക്കി. And they started communicating in that language. അതെ, ഇതൊക്കെ വളരെ ഫാൻസി ആയിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതൊന്നും ഫിക്ടീഷ്യസ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് പറയാൻ പറ്റില്ല. ഇല്ല. ഈ ചെറിയൊരു ലിമിറ്റിലെങ്കിലും ഇതിന്റെയൊക്കെ ഡ്രോബാക്കുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, അത് ശ്രദ്ധിച്ചിരുന്നോ? UK ഗവൺമെന്റ് വാൺ ചെയ്തിട്ട്
ഇല്ല, അതായത് ശ്രദ്ധിച്ചില്ല. AI സിസ്റ്റംസ് ഉപയോഗിച്ചിട്ട് വോയിസ് ആ. ക്ലോണിംഗ് നടത്തി ബാങ്ക് ലൂട്ടിങ്. ഓ ഹോ ഹോ ഹോ. ആ ശരി. ബാങ്ക് എംപ്ലോയീസിന്റെ അതേ ആ ആ സൗണ്ട് ആ. ഒക്കെ ആയിട്ട്, ഓ അല്ലെങ്കിൽ ശരി. നമ്മളുടെ വളരെ അടുത്ത ആളുകളുടെ സൗണ്ടിൽ മനസ്സിലായി. നമുക്ക് ഫോൺ കോൾ വന്ന് നമ്മളുടെ അടുത്ത് മണി റിക്വസ്റ്റ്. ഓക്കെ. അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഡ്രോബാക്ക് ആണ്. അതെ. ഉം, ഉം, അതിൽ അതെ. പോണോഗ്രഫി ഇസ് വെരി 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 ഉം, എന്താ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെ. ഉം, ഉം, ഭയങ്കരമായിട്ട് ഇപ്പൊ അത് നടക്കുന്നുണ്ട്. ഉം, ഉം, കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുടെ മുഖം വെച്ച് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഉം. വീഡിയോ അങ്ങ് മാറുക. അതെ. ഉം, ഉം, അത് വളരെ അൺഡിറ്റക്റ്റബിൾ ആയിട്ടുള്ള ഫോമിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഉം, 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 അപ്പൊ ഇങ്ങനെയുള്ള കുറേ ഡ്രോബാക്കുകൾ ഇപ്പോ ഉം, ശരിക്കും പറഞ്ഞാൽ ഉം, ഉണ്ട്. ഇതിനെല്ലാം ഉം. ശരിക്കും ലിമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പബ്ലിക് പോളിസീസ് വന്നാലേ പറ്റുള്ളൂ. ഓ. ആ പോളിസീസ് വഴി നമ്മൾ ഈ പറയുന്ന ഉം, എത്തിക്സും ഫെയർനെസ്സും ഒക്കെ ഉം, നമ്മൾ എൻഷുർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഉം. അതെ. ഇതൊരു വേറൊരു തലത്തിലേക്ക് പോവാതിരിക്കാനുള്ള മാർഗം. അപ്പൊ ഇനിയും ഇപ്പൊ നമ്മള് ആ, ആ, ചില രാജ്യങ്ങൾക്ക് അതിൽ മേൽക്കൈ ഉണ്ടാവുകയും ചില രാജ്യങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ അതെ, സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ, അല്ലെ? ബയോവാർ പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ, AI ബിക്കം എ വെപ്പൺ. അതെ അതെ അതെ. അതിനുള്ള എല്ലാ സാധ്യതകളും ഇപ്പൊ ഇനി ഉണ്ടായി വരികയാണ്. അതെ, നമുക്കിപ്പോഴും ഓക്കെ. പല രാജ്യങ്ങളിലും വളരെ സീക്രട്ട് ആയിട്ട് നടക്കുന്ന, കോൺഫിഡൻഷ്യൽ ആയിട്ട് നടക്കുന്ന റിസർച്ചുകളെ പറ്റി യാതൊരു ധാരണയില്ല. അതെ. ആ, ആ, ആ. ഇപ്പോ ആം, നമുക്ക് ഇസ്രായേലി സോഫ്റ്റ്വെയറുകളൊക്കെ നമ്മളുടെ രാജ്യത്തുണ്ടാക്കിയ ചലനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ. അപ്പൊ അതെ, ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഉണ്ട്. ലൈക്ക് ഈ ജെയിംസ് ആണ് ഈ പറയുന്ന ഡേറ്റ പ്രൈവസി ഇഷ്യൂസ് ആർ വെരി 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 കോമൺ. കോംപ്ലിക്കേറ്റഡ്. എല്ലാം പോവാ. ഞാനൊരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ എല്ലാവരും ചിലപ്പോ വളരെയധികം എന്താ പറയാ ഹാർട്ട് ബ്രേക്കിംഗ് ആകുമായിരിക്കും. ഈ ഗൂഗിൾ അസിസ്റ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ടായല്ലോ. നമ്മുടെ ഓക്കെ ഗൂഗിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ആമസോൺ അലക്സ, ഗൂഗിൾ നെസ്റ്റ്, ഇതിന്റെയൊക്കെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ എങ്ങനെയാണ് ഇത് ഇൻവോക്ക് ചെയ്യണത്? നമ്മൾ ഹേയ് ഗൂഗിൾ അല്ലെങ്കിൽ ഓക്കെ ഗൂഗിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ റിയാക്ട് അല്ലേ? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പൊ അതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിലൊരു മൈക്രോഫോൺ ഉണ്ടാവും. ഈ മൈക്രോഫോണിലൂടെയാണ് നമ്മൾ ഹേയ് ഗൂഗിൾ അല്ലെങ്കിൽ ഓക്കെ ഗൂഗിൾ എന്ന് പറയുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കി നമുക്ക് റെസ്പോണ്ട് ചെയ്യണം. അപ്പൊ അതിന്റെ പ്രിൻസിപ്പിളിൽ തന്നെ എല്ലാ സമയവും നമ്മളുടെ കോൺവെർസേഷനെ അത് കേട്ടോണ്ടിരിക്കുക. കേൾക്കുന്നുണ്ട്. അതെ അതെ. അതെ, ആ കേൾക്കുന്നതിൽ ഒരു ഇഫ് കണ്ടീഷൻ, ഇഫ് ദ കറന്റ് ഓഡിയോ ഇസ് ഓക്കെ ഗൂഗിൾ ഇറ്റ് വിൽ റെസ്പോണ്ട്. ആ കൺസെന്റ് കൂടി കിട്ടി. യെസ്, ദെൻ എൽസിൽ എന്ത് സംഭവിക്കും? ഇഫില് അത് ഓക്കെ ഗൂഗിൾ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തു, നമ്മൾക്ക് വേണ്ട കാര്യം ചെയ്തു തരും. പക്ഷെ എൽസ് കണ്ടീഷനിൽ അത് എന്താ ചെയ്യുക? നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം റെക്കോർഡ് ചെയ്തിരിക്കും. ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് അതിന്റെ സെർവേഴ്സിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കുക. സോ വി ആർ നോട്ട് അറ്റ് ഓൾ സേഫ് വിത്ത് യുവർ മൊബൈൽ ഫോൺ. അല്ല, ഇത് ഓഡിയോ മാത്രം ആവില്ലല്ലോ. അല്ല, ഓഡിയോ ഇതിന്റെ പാർട്ടായിട്ട് ഞാൻ വരുന്ന, നമുക്ക് വളരെ എവിഡന്റ് ആയിട്ടുള്ള കുറെ സിനേറിയോസ് ഉണ്ട്. ഇപ്പൊ ഞാൻ മാമുമായിട്ട് ഇപ്പൊ ഇന്ന് സംസാരിക്കുന്നു, നേരിട്ട് നിന്ന് സംസാരിക്കുന്നു, ഞാൻ എന്റെ പേര് പറയണു, മാമിന്റെ പേര് പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കുമ്പോൾ അതിനകത്ത് കാണാം പീപ്പിൾ യു മേ നോ മാമിന്റെ പേര്, അതെ 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 അല്ലെ? സജഷൻസിൽ കാണാം മാമിന്റെ പേര്. അതെ. FB-യിലും കാണാം. അതെ, അത് അതെ. നമ്മൾ നമ്മളുടെ ഫോണിന്റെ പ്രസൻസിൽ നടത്തിയ കോൺവെർസേഷനിൽ നിന്നും അതിലെ അതെ ആപ്ലിക്കേഷൻസ് മനസ്സിലാക്കി അതെ. ഹൂ ആർ എസ് ആൻഡ് നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ആയി. സോ ഇറ്റ് വുഡ് സജസ്റ്റ്. എനിക്ക് ഒരു സംശയം കൂടി ഉണ്ട് ശ്രീ ശൈലേഷ്. അതായത് നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്നത് പോലും ചിലപ്പോ കാണുന്നു. ഇന്ന് എനിക്ക് ഒരു വാച്ച് വാങ്ങിക്കണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചാൽ മതി, അത് വാച്ചിന്റെ കുറെ ചിത്രങ്ങളും പരസ്യവും അഡ്വർടൈസ്. അതെ. അപ്പൊ അതുപോലും മൈൻഡ് റീഡിംഗ് ഉണ്ടോ? അല്ല, നമ്മളുടെ വിചാരങ്ങളും നമ്മളുടെ പ്രവൃത്തികളും തമ്മിൽ കണക്റ്റഡ് ആണ്. ആണ്. നമുക്ക് ഈ ഒരു വാച്ച് വാങ്ങിക്കണം എന്ന് നമുക്ക് തോട്ട് വന്നിട്ടുള്ളത് തന്നെ മേ ബി നമ്മൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പരസ്യത്തിലെയോ അല്ലെങ്കിൽ ഒരു റീലിലെയോ ഒക്കെ ഏതെങ്കിലും ഒരു ആസ്പെക്ടിനെ കണ്ടിട്ടായിരിക്കും. ഇപ്പൊ ഞാൻ വളരെ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. വാൾമാർട്ട് എന്ന് പറയുന്ന ഒരു ഡേറ്റ,
ആ, കമ്പനിയുടെ ഡേറ്റ ആ, അനലൈസ് ചെയ്തപ്പോ ഉം, AI കണ്ടെത്തിയതാണ് ആ. ബേബി ഡയപ്പർ വാങ്ങിക്കുന്ന എല്ലാവരും ബിയർ ബോട്ടിലും വാങ്ങിക്കും. അതെന്താ? അല്ല, നമുക്ക് മാം മനസ്സിൽ വിചാരിച്ച പോലെ അല്ലേ, ആ, ലൈക്ക് ഇങ്ങനൊരു റിലേഷൻഷിപ്പ് നമ്മുടെ മനസ്സിൽ വരുമോ? ഇല്ല. ഇല്ല. ബട്ട് വാട്ട് ഇല്ല. ഹാപ്പൻ, അവരുടെ ഡേറ്റ അനലൈസ് ചെയ്തപ്പോ അല്ലെങ്കിൽ ഉം. AI മോഡൽസ് ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്തപ്പോ ദിസ് ഇസ് ആക്ച്വലി ഹാപ്പനിങ് ഓൺ ഫ്രൈഡേസ്. ഓ ഹോ ഹോ. ആ, ശരി. ഫ്രൈഡേസ് സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉം, വെസ്റ്റേൺ കൺട്രീസിൽ ഈ പറയുന്ന ഉം. സാറ്റർഡേ നൈറ്റ് പാർട്ടീസ് ആർ വെരി ഫ്രീക്വന്റ്. ആ, ആ, ആ. അപ്പൊ ഈ പാർട്ടീസ് എൻജോയ് ചെയ്യാനായിട്ട് എല്ലാവരും ബിയർ ബോട്ടിൽസ് വാങ്ങിക്കും. വാങ്ങിച്ചു. ഓക്കെ. പക്ഷെ കുട്ടികളുള്ള ആളുകൾ ആ, അവർ ഈ പാർട്ടിക്ക് വേണ്ടി പർച്ചേസ് നടത്തുമ്പോൾ പാർട്ടി ഉം. എൻജോയ് ചെയ്യാനായിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ബേബീനെ ബേബി സിറ്റിങ്ങിൽ ഇരുത്തണം, സിറ്റിങ്ങിന് പോണം. അതെ അതെ. അത് ബിയർ ബോട്ടിലും വാങ്ങിക്കണം. So in അതെ. all their purchases, the diaper as well as the beer bottles will be there. അതെ. So these വെരി are ഇൻട്രസ്റ്റിംഗ്. very strange, but it is actually detected through AI models. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾക്ക് വളരെ രസകരമാണ്. എബിലിറ്റി വളരെ ബിയോണ്ട് ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാം. അതെ. ഞാന് ശ്രീ വിഷ്ണുവിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ മൈക്ക് മ്യൂട്ടാണ്. ശ്രീ വിഷ്ണു, നമ്മളുടെ കോൺവെർസേഷൻ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ആ അപ്പോ അതെ അതെ. ഇത് മോർ ദാൻ എ ബ്ലെസ്സിങ്, ഇത് എന്തൊക്കെ അപകട അവസ്ഥകളാണ് നമുക്ക് ഈ ലോകത്തിന് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള രസകരമായിട്ടുള്ള ഡിസ്കഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിഷ്ണുവിന്റെ അഭിപ്രായങ്ങളും കൂടി രേഖപ്പെടുത്തണം. അതെ, ഇപ്പം നമ്മള് പണ്ട് നമ്മളിങ്ങനെ രസകരമായിട്ട് പറയുന്നൊരു പണ്ട് തൊട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം കമ്പ്യൂട്ടർ വന്ന സമയത്ത് നമ്മൾ സമരം ചെയ്തു. ഇപ്പോൾ എല്ലാവരും കമ്പ്യൂട്ടർ ഇല്ലാത്ത നമുക്ക് ജീവിക്കാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട് എന്നുള്ളത്. അപ്പം അതുപോലെ തന്നെയാണ് നമ്മളതിനെ റെസ്പോൺസിബിളായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള വഴി. പക്ഷേ ഇത് സൃഷ്ടിക്കുന്ന ആശങ്കകൾ ഇപ്പോൾ നമ്മൾ കാണാതിരുന്നുകൂടാ. ഇപ്പോൾ വ്യാപകമാകാതെ തന്നെ നമ്മുടെ പ്രൈവസി വളരെയധികം അപകടത്തിലാവുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ കൂടി വ്യാപകമാകുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു പ്രത്യാഘാതമായിരിക്കും സൃഷ്ടിക്കുക. അതുപോലെ തന്നെ ശൈലീഷ് സാറ് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ഈ പോണോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യങ്ങൾ, അപ്പം അതിൽ തന്നെ നമുക്കറിയാൻ കഴിയും. ഈ അടുത്ത് തന്നെ ഈ AI ഉപയോഗിച്ചുകൊണ്ട് വളരെ പ്രശസ്തരായ വ്യക്തികളുടെ ഈ പോൺ വീഡിയോ സൃഷ്ടിച്ച നിരവധി സംഭവങ്ങളാണ് ഈ അടുത്ത് തന്നെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ കേരളത്തിൽ തന്നെ ഈ AI ഉപയോഗിച്ച് ഒരു ബാങ്ക് തട്ടിപ്പ് ഈ അടുത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇനിയും വളരെയധികം ഭീകരമായിട്ട് തന്നെ കൂടുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടിരുന്നു. ഈ AI ബന്ധപ്പെട്ടുകൊണ്ട് UN ഒരു കോൺഫറൻസ് വിളിക്കുകയും അതുപോലെ തന്നെ ഇത് AI കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ എങ്ങനെ ഇനി ഭാവിയിലേക്ക് വരണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ചില മെഷേഴ്സ് എടുക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ AI കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം അവര് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ പണ്ട് ഈ ഇലോൺ മസ്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് AI വരുന്നതോടുകൂടി നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ഹോബി ആയിട്ട് മാറുകയും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ വേണ്ട, ബാക്കി ജോലികളെല്ലാം AI ചെയ്യുമെന്ന് ഇലോൺ മസ്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ അത്രത്തോളം വേണമെങ്കിലും മനുഷ്യ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രീതിയിലേക്ക് ഈ AI വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതിനുള്ള കേപ്പബിൾ ആയിട്ട് ചിലപ്പോൾ മാറിയേക്കാം. പക്ഷെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് നമ്മളുടെ ഈ നോർമലായിട്ടുള്ള ഹ്യൂമൻ ബീങ്സിന് എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ പ്രശ്നങ്ങളെ പരമാവധി ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ സംഘടനകൾക്കും ആണ് കൂടുതലായിട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് കഴിയുക. അങ്ങനെ ഒരു ഇടപെടൽ, അതായത് ഇതിന്റെ നിർമ്മാതാക്കൾ തന്നെ ഇതിന്റെ ഒരു ഭവിഷ്യത്ത് മനസ്സിലാക്കിക്കൊണ്ട് ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ
എന്തായിരിക്കും വലിയ രീതിയിലുള്ള ചിലപ്പോൾ ചില ചെറിയ പ്രത്യാഘാതങ്ങളെങ്കിലും ഉണ്ടായേക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഈ എഐനെ അഴിച്ചു വിടുമെന്ന്. അപ്പൊ അവർ തീർച്ചയായിട്ടും അവരുടെ ഒരു കഠിനാണ് ഇതിന് മുകളിൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ മുമ്പ് നമ്മൾ ടെക്നോളജി വരുമ്പോൾ നമ്മൾ അതിനെ സ്വാഗതം ചെയ്തിരുന്നില്ല. പിന്നീട് നമ്മൾ അതിന്റെ ഗുണവശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേ കാര്യം തന്നെ എയിലും ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. ഇത് ഈ മാധ്യമ രംഗത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരസ്യ മേഖല, അതുപോലെ സിനിമാ നിർമ്മാണം, ഇതിലെല്ലാം വലിയ മാറ്റങ്ങളാണല്ലോ ഇപ്പൊ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് പിന്നെ നമ്മള് മീഡിയയിൽ തന്നെ ഇപ്പൊ നമ്മള് എഡിറ്റോറിയൽ ഡെസ്കിൽ ഉപയോഗിക്കുന്ന പോലെയല്ല, ഫോട്ടോഗ്രാഫി അങ്ങനത്തെ പല മേഖലകളും ഉണ്ടല്ലോ. അതിലൊക്കെ ഇത് എങ്ങനെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ കൊണ്ടുവരാൻ സാധ്യതയുള്ളത്? ഇപ്പോ ഉപയോഗിക്കുന്നുണ്ടോ അതൊക്കെ? ഇപ്പൊ തന്നെ നമ്മളിപ്പോ നിങ്ങൾ ചെയ്യുന്ന എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പൊ പണ്ടൊക്കെ നമ്മൾക്ക് അറിയാം, ഒരു ഫോട്ടോ നമ്മൾക്ക് ഒരു വാർത്ത കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളൊരു ഫോട്ടോഗ്രാഫർ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആയിരിക്കും നമ്മൾ അതിനോടൊപ്പം കൊടുക്കുക. പക്ഷേ ഇന്ന് നമുക്ക് വളരെ വളരെ ഈസി ആയിട്ട് ഏറ്റവും ലേമാനുവൽ ഉപയോഗിക്കാൻ കഴിയുന്ന വാട്സപ്പിൽ മെറ്റയുടെ എഐയിൽ ഫോട്ടോ നമുക്ക് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. വളരെ ഈസി ആയിട്ട് നമ്മളൊരു ഫോട്ടോഗ്രാഫറിൻ്റെ ഫോട്ടോ ഒന്നും ഇല്ലാതെ തന്നെ അതിനേക്കാളും മനോഹരമായിട്ടുള്ള ഒരു ചിത്രം എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പം ഞങ്ങൾ എഐ പതിപ്പ് വീക്കിലി ഇറക്കിയ സമയത്ത് അതിൻ്റെ കവർ ഫോട്ടോ ആയിട്ട് നമ്മൾ ഉപയോഗിച്ച്, നമ്മൾ സാധാരണ കാണുന്നുണ്ടെങ്കിൽ ഗ്രാഫിക് ആൻഡ് ഡിസൈൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ഫോട്ടോ നമ്മൾ എടുത്തിട്ട് ആ ഫോട്ടോ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൽ വളരെ ഈസി ആയിട്ട് നമ്മളൊരു എഐ ടൂൾ വെച്ചിട്ട് വളരെ നന്നായിട്ട് പ്രോംപ്റ്റ് കൊടുത്ത് ഒരു ഫോട്ടോ, നല്ല ഹൈ ക്വാളിറ്റിയുള്ള ഫോട്ടോ വെച്ച് നമ്മളുടെ ആഴ്ചപ്പതിപ്പിൻ്റെ കവർ ഫോട്ടോ ആയിട്ട് അതിന് വെക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ മീഡിയ ഫീൽഡിൽ അത് ഭയങ്കരമായിട്ട് ഉണ്ട്. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ ഈ സിനിമകളുടെ കാര്യത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ, ഇപ്പോൾ ശങ്കറിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഇന്ത്യൻ 2 നമ്മൾ നെടുമുടി വേണുവിനെയും മറ്റുമൊക്കെ എഐ ഉപയോഗിച്ച് കൊണ്ടുപോയി പുനഃസൃഷ്ടിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടിരുന്നു. അതുപോലെ തന്നെ വിജയിൻ്റെ ഗോട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ എഐയുടെ കൂടി സഹായത്തോടെയാണ് അയാളുടെ പ്രായം വളരെയധികം കുറച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ രീതിയിൽ ഈ വീഡിയോസ്, അതായത് ഇതിൽ എഐൻ്റെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ സിനിമകളിലൊക്കെ നമുക്കറിയാം, നമ്മൾ സിനിമകളിലൊരു ഭാഷയുടെ പരിമിതി, ഇപ്പം അതായത് പല ഭാഷകളിലുണ്ട്. ഇപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ എടുത്തിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സബ് ടൈറ്റിൽ എഐയുടെ സഹായത്തോടെ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട്. കാരണം അതിന്റെ സൗണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ സബ് ടൈറ്റിൽ എഐ തന്നെ തരും. അപ്പോൾ ഈ ഭാഷയുടെ പരിമിതികളെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മറികടക്കാവുന്ന രീതിയിലേക്ക് സിനിമകളുടെയും മറ്റുമൊക്കെ കാര്യത്തിൽ എഐ മാറും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമാ ചിത്രീകരണത്തിനും എഐ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ റിയലിസ്റ്റിക് ആയിക്കൊണ്ട് പല രംഗങ്ങളും ചിത്രീകരിക്കാൻ എഐ നമ്മളെ സഹായിക്കുന്ന ഒരു സാഹചര്യവും ആ ഒരു മേഖലയിൽ നിന്ന് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം മ്യൂസിക്കിലൊക്കെ പഴയ പല പാട്ടുകാരുടെ ശബ്ദം അതേപോലെ തന്നെ അനുകരിക്കുന്ന ടൂളുകൾ നമുക്ക് ഇപ്പൊ തന്നെ വളരെ കോമൺ ആയിട്ട് തന്നെ കാണാൻ കഴിയും. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ഭാവിയിലേക്ക് വരികയും, അങ്ങനെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ വരുമ്പോൾ അതെല്ലാം തന്നെ മ്യൂസിക് ആണെങ്കിലും സിനിമയാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ചിത്രങ്ങളുടെ കാര്യത്തിൽ പത്രങ്ങളോ ഇതിലെല്ലാം തന്നെ സ്വാധീനിക്കുന്നൊരു സാഹചര്യം ഉണ്ടായേക്കാം. ഇപ്പൊ മീഡിയ വൺ ആണല്ലോ ആദ്യമായിട്ട് ഒരു AI വെച്ചിട്ട് ന്യൂസ് റീഡിംഗ് നടത്തിയത്. അപ്പൊ ഇത്തരം സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ഇതിന് നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണല്ലോ, ഇപ്പൊ ന്യൂസ് റീഡർ ആണെങ്കിൽ ഒരു പുതിയ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ വാർത്ത വന്നു, ആ വാർത്ത പിന്നെ ഇപ്പൊ കിട്ടിയ വാർത്ത എന്ന് പറഞ്ഞിട്ട് വായിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ സാധാരണ. അങ്ങനെ ഇതിന് സ്വയം ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പൂർണ്ണമായിട്ട് നമ്മൾ ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ മീഡിയ വൺ തന്നെ ആണെങ്കിലും അവിടെ ഒരു അരമണിക്കൂറുള്ള ആ ഒരു സംഭവം മാത്രമാണ്, അല്ലാതെ ഒരു ലൈവ് ആയിട്ടുള്ള ഒരു വാർത്ത എനിക്ക് തോന്നുന്നില്ല എഐ വെച്ചുകൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ടും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഭാവിയിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് എത്തിയേക്കാം. പക്ഷെ എങ്കിലും ഒരു പ്രോംപ്റ്റിങ്ങിന്റെ ഇത് വേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ.
നമ്മളുടെ കൂടെ ഞാൻ വിട്ടുപോയ ഒരു കാര്യം, നമ്മളുടെ കൂടെ ചോദ്യം ചോദിക്കാനായിട്ട് നമ്മളുടെ ലിസണേഴ്സ് ഉണ്ട്. അവർക്ക് താല്പര്യം ഉണ്ടാവും. ഞാൻ സുരേഷ് നെല്ലിക്കോടിനെ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. അതുപോലെ അഞ്ജു ചോദ്യങ്ങൾ ചോദിക്കാം. എല്ലാവർക്കും മൈക്ക് തരുന്നുണ്ട്. ഹലോ, ശ്രീ സുരേഷ് സർ. സർ നമ്മളുടെ ഒരു സ്ഥിരം ലിസണറാണ്. മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. കാനഡയിൽ നിന്നാണ് സാർ ജോയിൻ ചെയ്തിട്ടുള്ളത്. സാറിന് ഇതില് ചോദ്യോത്തര വേളയിൽ പങ്കെടുക്കാം. എന്തായാലും വിഷ്ണു പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം വളരെ രസകരമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോ ഒരു വ്യോമമിത്ര എന്ന് പറഞ്ഞ ഒരു റോബോട്ടിനെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോ അത് പിന്നെ സ്പേസിൽ പോവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇത്തരം ഒരു ഇതില് വരികയാണെങ്കിൽ ഈ ടെക്നോളജി അത്ര അഡ്വാൻസ്ഡ് ആയാൽ മാത്രമല്ലേ നമുക്ക് അതിനെ ആ രീതിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു സൂപ്പർ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ ഇന്റലിജൻസ് അതിനുണ്ടെങ്കിൽ മാത്രമല്ലേ അതിന് ഒരു ഡിസ്ക്രിമിനേറ്ററി പവറും ഒക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോ സുനിത വില്യംസ് അവിടെ പോയി ചെയ്യുന്ന കാര്യങ്ങള് ഒരു വ്യോമമിത്രയ്ക്ക് പോയി ചെയ്യാൻ പറ്റുമോ? എന്നോടാണ് ചോദ്യം. രണ്ടുപേരും ഉത്തരം പറയേണ്ടതാണ്. രണ്ടുപേരും ഈ ഒരു മേഖലയിൽ അറിയുന്ന. ഞാൻ സുരേഷ് സാറിന് ഇൻവൈറ്റ് അയച്ചു. സാർ അത് ജോയിൻ ചെയ്തില്ലല്ലോ സാർ. ഓക്കെ, അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു രണ്ടുപേരും ഇതിന് മറുപടി പറയാം. അതായത് ഇപ്പോ പറഞ്ഞത് ഇതേപോലെ ബഹിരാകാശത്തേക്ക് ഒരു റോബോട്ട്, അതെ, അതായത് ഹ്യൂമന് പകരം ഒരു റോബോട്ട് അയക്കുമ്പോൾ അത് എത്രത്തോളം അതെ. സ്വാധീനം ചെലുത്തുമെന്നും അതെങ്ങനെ സ്വന്തം കഴിയുമെന്നുള്ളത്. ബുദ്ധി, വിവേചന ബുദ്ധി എങ്ങനെ ഉപയോഗിക്കും? അത് തന്നെയാണ് എനിക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു അഡ്വാൻസ്ഡ് വേർഷൻസ് വെച്ചിട്ട് ഒരാളുടെ അതായത് പ്രോംപ്റ്റിംഗ് ഇല്ലാതെ പൂർണ്ണമായിട്ട് നിലവിൽ അങ്ങനെ ബഹിരാകാശത്തേക്ക് പോയിക്കൊണ്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വളർച്ച ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ അത് കൃത്യമായ രീതിയിൽ പ്രോഗ്രാമിംഗ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ റോബോട്ടുകളെ ബഹിരാകാശത്തേക്ക് അയച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്താൻ കഴിയും. പിന്നെ പറയാൻ കഴിയില്ല, ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ പരിമിതമായ അറിവുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ കൂടുതലായിട്ടുള്ള ടെക്നോളജി, അതായത് നമ്മളൊരു ലേമാൻ്റെ അറിവിൽ നിന്നുകൊണ്ടാണ് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ടെക്നോളജി ഈ രംഗത്ത് വികസിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ആ രീതിയിലേക്കും മാറ്റപ്പെട്ടേക്കും. അത് എന്നെക്കാളും കൂടുതലായിട്ട് നന്നായിട്ട് പറയാൻ കഴിയുക ശൈലേഷ് സാറിന് ആയിരിക്കും. ഓക്കെ, ഓക്കെ. ഡോക്ടർ ശൈലേഷ്, ഇക്കാര്യത്തില് എങ്ങനെയാണ് അഭിപ്രായം പറയുക? മാം, ഇതില് നമുക്ക് ഇപ്പൊ ഒരു ഹ്യൂമൻ ചെയ്യുന്നത് പോലെ എല്ലാ കാര്യങ്ങളും എന്നുള്ളത് പ്രസക്തിയില്ല. നമ്മളൊരു സ്പേസ് ലോഞ്ച് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എയർക്രാഫ്റ്റ് ഡിപ്ലോയ് ചെയ്യുമ്പോൾ അതിൻ്റെ പർപ്പസ് ഉണ്ടാവുമല്ലോ. എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഈ ഒരു ഡിവൈസ് അവിടെ പോയി അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ നടത്തി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഒരു 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 ലിമിറ്റഡ് സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന വ്യോമമിത്ര പോലുള്ള റോബോട്ട്സിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ ഉള്ളിൽ ദർ ഇസ് അനദർ ലെവൽ ഓഫ് ഇൻ്റലിജൻസ്. അവിടെ ഈ പറയുന്ന ഡിസ്ക്രിമിനേറ്റീവ് പവേഴ്സ് ഡെഫിനറ്റ്ലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മേ ബി അവിടെ ഉള്ളൊരു സോയിൽ കണ്ടീഷൻസോ അല്ലെങ്കിൽ അവിടെ കാണുന്ന ഒരു ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ട് AI മോഡൽസ് ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും ഈ ഫിസിക്കൽ റോബോട്ടിൽ ഇതിനെ ഡിപ്ലോയ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് എല്ലാം റിയാലിറ്റിയിൽ വരും ഉറപ്പായിട്ടും. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാര്യം ഇപ്പൊ തന്നെ മാം നമ്മളുടെ പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു റോബോട്ടിക് കമ്പനിയാണ് ബോസ്റ്റൺ ഡൈനാമിക്സ്. ആ ബോസ്റ്റൺ ഡൈനാമിക്സിന്റെ വെബ്സൈറ്റോ അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് യൂട്യൂബിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഇപ്പോഴത്തെ റോബോട്ട്സിന്റെ കേപ്പബിലിറ്റി. നമ്മുടെ ഡോഗിനെ പോലെ സഞ്ചരിക്കുന്നതും നമ്മൾക്ക് കുക്ക് ചെയ്ത് തരാൻ പറ്റുന്നതും അങ്ങനെ ഓൾമോസ്റ്റ്
എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസിനെയും ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന ഉം. ഒരു കൈൻഡ് ഓഫ് റോബോട്ട്സ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമനെ ആയിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യേണ്ട കാര്യം, സ്റ്റിൽ വി ആർ അറ്റ് ദ ഇന്റലിജൻസ്. ഉം. ആ വിസ്ഡം എന്ന് പറയുന്ന ഒരു പവർ ഉണ്ടല്ലോ ഹ്യൂമന്, ആ, ആ, അത് ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. കേട്ടില്ല. ഉം. ആ വിസ്ഡം ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തിടത്തോളം ഉം. ഹ്യൂമൻ തന്നെയായിരിക്കും ഈ എ ഉള്ള ആള്. ഓക്കെ. അതാണ് നമുക്ക് അറിയേണ്ടത്. അതെ, ആ വിസ്ഡം ആ, ഉണ്ടാക്കിയെടുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി ബിയോണ്ട് ദ കേപ്പബിലിറ്റീസ് ഓഫ് എ കറന്റ് സ്റ്റേറ്റ് ഓഫ് ആർട്ട് ദ ടെക്നോളജീസ്. ഓക്കെ. അപ്പൊ ആ ഓക്കെ. വിസ്ഡത്തിലേക്ക് എത്തുന്നത് വരെ വി ഹാവ് ദ ഹോപ്പ്, ആ, മനസ്സിലായി. വി ഹാവ് ദ അപ്പർ ഹാൻഡ്. ആ, അല്ല, അത് ഒരു ആശ്വാസദായകമായിട്ടുള്ള ഒരു വാർത്തയായിട്ടാ എനിക്ക് തോന്നുന്നത്. അതെ, കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 100 വർഷമെങ്കിലും എടുക്കും മനുഷ്യന്റെ അതേ ഒരു ഇതിലേക്ക് എത്താൻ എന്ന് മേ ബി പറയുന്നത് ചിലപ്പോ തന്നെയാണല്ലോ ഇപ്പൊ. അപ്പൊ പോലും എത്തില്ലായിരിക്കാം നമ്മള്. ഉം. ഒരു സൂപ്പർ പവർ അപ്പോഴും വേണം അതിനെ നിയന്ത്രിക്കാൻ. അതെ അതെ അതെ. ഞാൻ നമ്മളുടെ പിന്നെ ഓഡിയൻസിൽ ശ്രീ സുരേഷ് സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഇൻവൈറ്റ് കിട്ടുന്നില്ല. റേഞ്ചിന്റെ പ്രോബ്ലം, ഇനി എന്റെ റേഞ്ചിന്റെ പ്രോബ്ലം ആണോ എന്ന് അറിയില്ല. ഞാൻ പലവട്ടമായി ഇൻവൈറ്റ് അയക്കുന്നു. സർ പ്ലീസ് ആ ക്വസ്റ്റ്യൻ ഒന്ന് ഇവിടെ ഒന്ന് മെസ്സേജിൽ ഒന്ന് ഇടാമോ സർ? ഒന്ന് ചോദിക്കാം. സാറിന് ഇൻവൈറ്റ് കിട്ടുമ്പോൾ സാറിന് വന്ന് സംസാരിക്കുകയും ചെയ്യാം. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ ശ്രീ ഡോക്ടർ ശൈലേഷ്. അത് ഇപ്പൊ നമ്മളുടെ AI ടൂൾസ് ഡെവലപ്പ് ചെയ്യുന്നതിലും അതിന്റെ ഇംപ്ലിമെന്റേഷനിലും ഏറ്റവും മുകളിൽ നിൽക്കുന്ന ലോക രാജ്യങ്ങളിൽ അമേരിക്ക തന്നെയായിരിക്കുമല്ലോ. പക്ഷെ ഇപ്പൊ ചൈനയിലും ജപ്പാനിലും ഒക്കെ വളരെ പോപ്പുലർ ആയിട്ട് പിന്നെ ഈ ടെക്നോളജി അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇവര് റോബോട്ട്സിനെ ധാരാളമായിട്ട് വളരെ സാധാരണ ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ ജപ്പാനിലൊക്കെ. റഷ്യ എങ്ങനെയാണ് ഇതില് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? ഏത് രാജ്യമാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നത്? മാം, എന്തുകൊണ്ടാണ് നമുക്ക് അതുപോലെ എത്താൻ പറ്റാത്തത്? അതെ, അതില് നമ്മള് റിസർച്ച് ആസ്പെക്റ്റിലും അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ആസ്പെക്ട്സിലും നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കൂടുതൽ യൂണിവേഴ്സിറ്റീസ് ഉള്ള UK, US പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് വരുന്നത്. പക്ഷേ ഇതിന്റെ ഡെവലപ്മെന്റും ഡിപ്ലോയ്മെന്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എയ്ഡുകൾ ഉള്ളത് ഈ പറയുന്ന ജപ്പാൻ, അതുപോലെ തന്നെ ചൈന പോലുള്ള സ്ഥലങ്ങളാണ്. അതായത് ഒരു കൺസെപ്റ്റ്, നമ്മളൊരു റിസർച്ച് കൺസെപ്റ്റ് ഔട്ട് ആകുമ്പോൾ തന്നെ ദേ സ്റ്റാർട്ടഡ് ആക്ച്വലി ബിൽഡിങ് ദ തിങ്സ്. അപ്പൊ അവരുടെ അതുപോലെ തന്നെ അവരുടെ ഈ പറയുന്ന റോ മെറ്റീരിയൽസിന്റെയും നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ വളരെ കമ്പാരിറ്റീവ്ലി വളരെ ചീപ്പാണ്. അപ്പൊ ഈവൻ നമുക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മളത് ചൈനയിൽ വിറ്റ് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി ഇവിടെ എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന അത്രയും കാശിനേക്കാൾ കൂടുതലാണ് ഇന്ത്യയിൽ അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ. അതാണ് അവിടുത്തെ ആ ഒരു ബ്യൂറോക്രസി തന്നെയാണ് എനിക്ക് തോന്നുന്നു അതിനുള്ള ഒരു ഫാക്ടർ. പക്ഷെ നമുക്ക് കാണാം, ഈ പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന റിസർച്ച് ഔട്ട്കംസിൽ ഒരു മേജർ കോൺട്രിബ്യൂഷൻസ് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് നമുക്ക് ഇന്ത്യക്കാരിൽ നിന്ന് തന്നെയാണ്. നമ്മളുടെ ബ്രെയിൻസ് എല്ലാം വർക്ക് ചെയ്യുന്നത് പക്ഷെ വേറെ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടായി പോയി. എന്താണ് അത് നമ്മളുടെ ഇവിടുത്തെ സിസ്റ്റം. ഈവൻ എനിക്ക് തന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആവണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ. അത് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും തോന്നുമല്ലോ. അപ്പൊ ആ ഒരു റീസൺ ശരിക്കും നമ്മളുടെ ഇവിടുത്തെ ആളുകളെ പ്രോപ്പർലി നർച്ചർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമുക്ക് ഇന്ത്യയിൽ ഇല്ല. നമുക്കിവിടെ റിസർച്ച് നടക്കാതൊന്നുമില്ല, വളരെയധികം റിസർച്ചുകൾ നടക്കുന്നുണ്ട്. നമ്മളുടെ എല്ലാം സിഗ്നേച്ചേഴ്സ് പല സ്ഥലങ്ങളിലായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇന്ത്യ ആസറ്റ്സ് ഇത് ഡെവലപ്പ് ചെയ്യുന്നിടത്ത് വളരെ ഫെയിലിയർ ആണ്. നമ്മളുടെ കേരളത്തിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇ ഗവേണൻസ്
അതിന്റെ ആപ്ലിക്കേഷൻ പോലും വളരെ പരിതാപകരമായിട്ടുള്ള അതെ. അവസ്ഥയിലാണ്. പക്ഷെ നമുക്ക് അപ്പോ വളരെ ആ, ആശ്വാസകരമായിട്ടുള്ള ഒരു വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മളുടെ UPI. അതെ. മറ്റ് രാജ്യങ്ങളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റൈസ്ഡ് മണി ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട്. അതെ, വളരെ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ UPI എന്ന് പറയുന്ന ടെക്നോളജി തന്നെയാണ്. ലൈക്ക് ഇപ്പോഴും US പോലുള്ള സ്ഥലങ്ങളിൽ കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ വളരെ താഴെ തട്ടിലുള്ള മെർച്ചൻസ് പോലും അതെ. ഇപ്പൊ UPIയും QR ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അതെ. അതെ. അത് വളരെ ഞാൻ ആശ്വാസകരമായിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ്. അതെ. ഒരു കാര്യം, ഞാൻ സുരേഷ് സാറ് 1-2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം, ഡോക്ടർ ശൈലേഷ് പിന്നെ റിസർച്ച് ടോപ്പിക് തന്നെ, ഡോക്ടറൽ റിസർച്ചിലെ ടോപ്പിക് തന്നെ AI ആൻഡ് ഡാൻസിങ് ആണല്ലോ. അപ്പൊ അതെ. അത് എന്താണെന്ന് ഒന്നുകൂടി വിശദീകരിക്കാമോ എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അതെങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്, ഏത് ടൂളാണ്, ഏത് സോഫ്റ്റ്വെയർ ആണ്, എങ്ങനെയാണ് അത് ഡാൻസിൽ കൊണ്ടുവരുന്നത്? ഇപ്പോ അത് വെറുതെ അതിന്റെ നറേഷൻ മാത്രമല്ലല്ലോ, ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് എന്താണെന്നും കൂടി ഒന്ന് വിശദീകരിക്കണം അതെ. എന്നാണ് അദ്ദേഹം ആക്ച്വലി ഞാനൊരു വളരെ എന്താ പറയാ ഒരു ഇൻഫന്റ് ആയിട്ട് ഇതിലേക്ക് എടുത്തു ചാടിയ ഒരാളാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റും എൻ്റെ ഒരു പ്രൊഫഷനും തമ്മിൽ ഒരു കൺവേർജ് ആക്കണം എന്നുള്ള തോട്ടിൽ തുടങ്ങിയ ഇതിന്റെ ഡെപ്ത് അറിയാതെ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. പക്ഷേ മൂവിങ് ഇൻ ടു ദി റിസർച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാനല്ല ഒരു 50 PhD ചെയ്താലും സോൾവ് ചെയ്യാൻ പറ്റാത്ത അത്രയും പ്രോബ്ലംസ് ഈ ഡാൻസ് എന്ന് പറയുന്ന ഡൊമൈനിൽ തന്നെയുണ്ട്. ഞാനിപ്പോൾ ഞാൻ ചെയ്ത വർക്കുകൾ പറയാം. ആക്ച്വലി ഞാനൊരു കരണാസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഡാൻസിലുണ്ട്. വളരെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറേ ഡാൻസ് മൂവ്മെന്റ്സ്, ശരിക്കും പറഞ്ഞാൽ ഒരു കോർഡിനേറ്റഡ് മൂവ്മെന്റ് ഓഫ് ഹാൻഡ്സ്, ബോഡി ആൻഡ് ലെഗ്സ്, അതിനെയാണ് നമ്മൾ ആക്ച്വലി കരണാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കരണ ഡിറ്റക്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ ആക്ച്വലി എൻ്റെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിന്റെ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഈവൻ ഹാൻഡ് മാത്രം ചെയ്യാനാണെങ്കിലും ലെഗ്സ് മാത്രം ചെയ്യാനാണെങ്കിലും മൂവ്മെന്റ് മാത്രം ചെയ്യാനാണെങ്കിലും തന്നെ ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകളുടെ ഒരു ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളിപ്പോ ഒരു മുദ്ര കാണിക്കുമ്പോൾ ആ മുദ്ര എന്തിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ് ആ കണ്ടെക്സ്റ്റിൽ, അതെന്താന്നുള്ളൊരു ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു AI മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൂടാണ്ട് ഭാവങ്ങൾ എന്താണ്, അതുപോലെ ഒരു ഡാൻസർ ഡെപിക്റ്റ് ചെയ്യാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു മൂവ്മെന്റിലൂടെ ഒരാൾ ഡാൻസർ എന്താണ് ഡെപിക്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ഇന്റർപ്രിട്ടേഷൻ നടത്താനും നറേഷൻ ചെയ്യാനും ഉള്ളൊരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ തെയ്യം പോലുള്ള കലകൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല തെയ്യങ്ങളെയും കണ്ടറിയില്ല അല്ലെ. ഒരു ടൂറിസ്റ്റിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു തെയ്യം കാണുന്നു, പക്ഷെ എന്താണ് ആ തെയ്യം, എന്താണ് അതിന്റെ പിന്നിലുള്ള സ്റ്റോറി, അത് മിക്കവാറും അൺനോൺ ആയിരിക്കും. അല്ലെങ്കിൽ അവിടെ ഒരു ലോക്കൽ പേഴ്സണെ ചോദിച്ചാലും മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ടേക്കപ്പ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ടേക്കിംഗ് എ ഫോട്ടോ ഓഫ് എ തെയ്യം, ആ തെയ്യം ഏതാണെന്ന് മനസ്സിലാക്കി അതിന്റെ ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ് ഒക്കെ നമുക്ക് ലിസ്റ്റ് ചെയ്ത്, അത് ഓൺഗോയിങ് പ്രോജക്റ്റ് ആണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ അടുത്തിപ്പോൾ ഒരെണ്ണം ചെയ്യുന്നത് ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ളൊരു ട്യൂട്ടറാണ്. ഡാൻസ് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി ഒരു ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി വെച്ച് അതിന് അഭിമുഖമായിട്ട് നിന്ന് ഡാൻസ് കളിക്കുകയാണെങ്കിൽ ക്യാമറ വഴി ഈ കുട്ടിയുടെ മൂവ്മെന്റ്സ് ക്യാപ്ചർ ചെയ്ത്, പോസ്റ്റേഴ്സും മൂവ്മെന്റ്സും ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ട് അത് കറക്റ്റ് വേയിലാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന്റെ കറക്ഷൻ എന്താണ്, അതിനകത്ത് വരുത്തേണ്ട കറക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു PhD സ്റ്റുഡന്റ് ഒരാളിപ്പോ കഥകളിക്കകത്താണ് പർട്ടിക്കുലർലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഥകളി വേഷങ്ങളെ ഐഡന്റിഫൈ ചെയ്യുക, പിന്നെ അതിന്റെ സീൻസ് ഡിസ്ക്രൈബ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. കഥകളി പഠിപ്പിക്കാനൊന്നുള്ള ഇതൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല അല്ലേ? ആ ലെവലിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇത് ആക്ച്വലി എന്താ പ്രശ്നം വെച്ചാൽ ഈ ഒരു റിസർച്ച് ഗ്രൂപ്പ് വളരെ ചെറുതാ. വളരെ റെയർ ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുള്ളൂ. ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു വൺ മാൻ ഷോ നടത്താൻ പറ്റില്ലല്ലോ.
പറ്റില്ല. അതെ അതെ. ഇതുപോലത്തെ ഗ്രൂപ്പ്. അതെ. അപ്പൊ ലിമിറ്റഡ് ആ, ആയിട്ട് ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ് നമ്മൾ ചെയ്തു വരുന്നു. ആ, ആ, ആ. ഓക്കെ. ശ്രീ വിഷ്ണു, നമ്മളുടെ ഇത്തരം ടൂൾസ് എന്തുകൊണ്ട് ഇന്ത്യയിൽ വരുന്നില്ല എന്നുള്ളതിന് വിഷ്ണുവിന്റെ അഭിപ്രായം കൂടി കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. മാത്രമല്ല, ഇന്ത്യ ഇപ്പൊ വികസിത രാജ്യങ്ങൾക്കൊപ്പം ഇത് എപ്പോഴാണ് നമ്മൾ ആ ലെവലിലേക്ക് എത്താൻ പോകുന്നത് എന്നുകൂടി ഇതിന്റെ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് പറയണം എന്ന് ആഗ്രഹിക്കുന്നു. അതിലിപ്പോൾ ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ന് ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക് കമ്പനികളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ തലപ്പത്ത് ഇന്ത്യക്കാരോ ഇന്ത്യൻ വംശജരോ ഉണ്ടാവും. പക്ഷേ അവർ എല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് യു എസിലും അതേപോലുള്ള രാജ്യങ്ങളിൽ ആണ്. പക്ഷെ നമുക്ക് ഉറപ്പായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യയിൽ ഈ എഐയുടെ ഇനി അടുത്തൊരു ഘട്ടം വികസനം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ, അതായത് ഇന്നിപ്പോൾ നമുക്കറിയാം, ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു IT ഹബ്ബായിട്ട് നമ്മുടെ ബാംഗ്ലൂർ ഉണ്ട്. ഇപ്പൊ നമ്മൾ സിലിക്കൺ വാലി അങ്ങനെ പറയുന്ന പോലെ തന്നെ നമ്മൾക്ക് അവിടേക്ക് വർക്ക് ചെയ്യുന്നത് ഇന്ത്യക്കാർ തന്നെയാണ്. അപ്പൊ അതുപോലെ എഐയിലും നമുക്ക് കൂടുതലായിട്ട് വളർന്നു വരാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിൽ കുറെ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ കഴിയുന്ന ആളുകൾ, അത്രയും ടെക്നോളജിക്കൽ അല്ലെങ്കിൽ അത്രയും ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. പക്ഷെ അതിന് നമ്മൾ ഇപ്പോൾ തന്നെ തുടങ്ങണം. കാരണം നമ്മളുടെ ബേസിക്, അതായത് ഒരു ഹയർ സെക്കൻഡറി ഒക്കെ കഴിയുമ്പോൾ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ കരിക്കുലത്തിന്റെ ഒപ്പം കൊണ്ടുവന്നുകൊണ്ട് പഠിപ്പിച്ച് അതിൽ കൂടുതൽ പഠിക്കാൻ, ഉയർന്ന രീതിയിൽ പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മളോട് ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇപ്പോൾ ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ്, അതിന് നമുക്ക് ഉപയോഗപ്പെടുത്താനും കൂടുതലായിട്ട് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻസ് അതിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. അപ്പം അതിന് നമ്മളുടെ ഒരു സിസ്റ്റവും അതുപോലെ തന്നെ നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ഒക്കെ സപ്പോർട്ടും അവരുടെ ഒരു എന്താണ് പറയുക, നല്ലൊരു വീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് ആവശ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായി. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചർച്ച ചെയ്തു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈ ലോകത്തിനെ തന്നെ മാറ്റിമറിക്കാവുന്ന രീതിയിലുള്ള ഒരുപാട് സാധ്യതകളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് കൊണ്ടുതരുന്നത്. ഇപ്പൊ തന്നെ അതിന്റെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അതിന്റെ സ്വാധീനം നമ്മളുടെ നിത്യജീവിതത്തിൽ പോലും ഉണ്ട് എന്നുള്ളത് ഇപ്പോ ഡോക്ടർ ശൈലേഷും ശ്രീ വിഷ്ണുവും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്. അപ്പോ ഇതുപോലെ ഇനിയും എന്തൊക്കെ മേഖലകളിലാണ് ഇത് നമ്മളെ വഴി നടത്താൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണകളൊന്നും ഇല്ല. എങ്കിലും നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് ഇമാജിൻ ചെയ്യാം. നമ്മളുടെ പ്രധാനപ്പെട്ട മെഡിസിൻ നമ്മൾ പറയുന്നുണ്ടല്ലോ ഇപ്പോ ഒരുപാട് പുതിയ മെഡിക്കൽ സയൻസിൽ ഇത് വരുമ്പോഴുള്ള ഇതിന്റെ ആപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മൾ എത്ര തരത്തില് ഇപ്പൊ സ്കാനിങ് ആണെങ്കിലും ഇപ്പൊ എക്സ്റേ ഇതിനെയൊക്കെ അപഗ്രഥിക്കാനൊക്കെ ഇത് ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഹ്യൂമൻ ലൈഫിന്റെ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെ മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇപ്പോൾ മാധ്യമ മേഖലയിൽ വിഷ്ണു പറഞ്ഞതുപോലെ നമ്മളുടെ ജോലി എത്രമാത്രം എളുപ്പമാവുന്നു. ഇപ്പൊ ഒരു എഡിറ്റോറിയൽ ഡെസ്കിൽ ഇത്തരം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കളയുന്ന സമയം നമുക്ക് ലാഭിക്കാം, മറ്റ് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കാം എന്ന് ഇവിടെ ആദ്യത്തെ എപ്പിസോഡിൽ പങ്കെടുത്ത ശ്രീ ദേവദാസ് രാജാറാം ആദ്യം പറഞ്ഞത് അതാണ്. എന്റെ സമയം 50% ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക് വ്യാപരിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. എഐയുടെ ഇപ്പൊ ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് വഴിയായിട്ട് നമ്മൾ ഡാറ്റ കളക്ഷൻ നടത്തുമ്പോൾ എന്റെ ജീവിതത്തിലെ ക്വാളിറ്റി ടൈം എനിക്ക് പിന്നെ മാറ്റിവെക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇതുപോലെ നമ്മളുടെ ജോലികളെ ലഘൂകരിക്കാനും നമ്മളുടെ നിത്യജീവിതത്തിന്റെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനും ഒക്കെ ഈ ഒരു ടെക്നോളജി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ലോകത്തിനുണ്ടാകുന്ന മാറ്റം എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്, കുട്ടികളെ താരാട്ടുപാടി ഉറക്കുന്ന റോബോട്ടിനെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു 20 വർഷം മുൻപൊക്കെ അത്തരം റോബോട്ടുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞത് ഇപ്പൊ യാഥാർത്ഥമായിട്ട് വരികയാണ്. അപ്പൊ ഇത്തരം ഒരു മാറ്റം ഈ ലോകത്തിൽ കൊണ്ടുവരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നമ്മൾ ഹായ് എഐ എന്ന് തന്നെ പറയണം. ഈ ഒരു എപ്പിസോഡിൽ ഇന്ന് സംസാരിക്കാനായിട്ട് എത്തിച്ചേർന്ന ഡോക്ടർ ശൈലേഷ് ശിവൻ, അതുപോലെ ശ്രീ വിഷ്ണു ജെ, രണ്ടുപേർക്കും ഈ ക്ലബ് ഹൗസ് മീഡിയ റൂമിന്റെ പേരിലും ഇതിന്റെ ചീഫ് കോർഡിനേറ്റർ മോഡറേറ്റർ ശ്രീ ഡി പ്രദീപ് കുമാർ സർ, അദ്ദേഹം യാത്രയിലാണ്. അദ്ദേഹം പിന്നെ നേപ്പാളിലേക്കുള്ള യാത്രയിലാണ്, അദ്ദേഹത്തിന് ഇന്ന് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ
ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ട് ഹാൻഡ് ശ്രീ ഷിബു ഇവിടെ ഉണ്ട്. നമ്മളുടെ സ്ഥിരം ഇതിലെ ലിസണേഴ്സ് ആയിട്ട് വളരെ താല്പര്യത്തോടു കൂടി പങ്കെടുക്കുന്ന സുരേഷ് നെല്ലിക്കോട് സാറിന് ഇന്ന് നമ്മളുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഇൻവൈറ്റ് അയച്ചിട്ടും അദ്ദേഹത്തിന് കയറാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. എന്തായാലും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇന്ന് നമ്മളുടെ ലിസണേഴ്സ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ള പുതിയ ലിസണേഴ്സ് ഉണ്ട്. ശ്രീമതി അഞ്ജു, ബിനു, അമീർ, എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതുപോലെ ഇതിൽ പങ്കെടുത്ത ഡോക്ടർ ശൈലേഷ് ശിവൻ, അതുപോലെ വിഷ്ണു ജെ, രണ്ടുപേർക്കും പ്രത്യേകിച്ച് മീഡിയ റൂമിന്റെ പേരിൽ പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭരാത്രി.